ഇന്ന് 7ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 ഹാസ് 2 parts 1A and 1B. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന് 2 പാർട്ടുണ്ട്, 1Aയും 1Bയും ഉണ്ട്. ആൻസർ ഇനി ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒന്നുകിൽ 1A ചെയ്യാം അല്ലെങ്കിൽ 1B ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 1A നോക്കാം. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എ റെക്ടാങ്കിൾ വാസ് മെയ്ഡ് യൂസിങ് എ സ്ട്രിങ് ഓഫ് 60 cm ലോങ്. അപ്പോൾ ഒരു 60 cm ലോങ് നീളമുള്ള ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നു, ഒരു ചരടിനെ നമ്മൾ എന്ത് ചെയ്തു? ആ 60 cm ലോങ് നീളമുള്ള ആ ചരടിനെ നമ്മളൊരു റെക്റ്റാങ്കിളാക്കി. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളാക്കി. അപ്പോൾ ഈ 60 cm നമ്മൾ വളച്ച് ഒരു റെക്റ്റാങ്കിളാക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഈ സ്ട്രിങ് ആണ് 60 cm ഉള്ള സ്ട്രിങ് ആണ് റെക്റ്റാങ്കിളാക്കിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവ്, അതായത് ഇതും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നത് നമുക്ക് എത്രയാണ്? 60 cm കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് പെരിമീറ്റർ കിട്ടിയിട്ടുണ്ട്. എന്താണ് പെരിമീറ്റർ? എത്രയെന്ന് തന്നിട്ടുണ്ട്? 60 cm കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ, വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3:2 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 3:2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പറയുവാണ് വാട്ട് ഈസ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ വിഡ്ത്തും ഹൈറ്റും എത്രയാണ് സെൻറ്റിമീറ്ററിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 60 ആണെന്ന്, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പെരിമീറ്റർ നമുക്ക് വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. നമുക്ക് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? 2 എന്താണ്? വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് എഴുതാം, അല്ലേ? വിഡ്ത്ത് പ്ലസ് ഹൈറ്റിനാണ് നമുക്ക് 60, അതായത് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ, പെരിമീറ്ററിൻ്റെ ലെങ്ത് പ്ലസ് 2 × L + B എന്ന് എഴുതുന്ന പോലെ നമുക്ക് 2 × വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് = 60 എന്ന് എഴുതാം. അപ്പോൾ വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? ഈ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്, 2 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്, അതിവിടെ വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 60/2 എന്നാവും. അപ്പോൾ വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? അതായത് ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ. വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് വെച്ചാൽ എന്താ? 60 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 2 6, അല്ലേ? അപ്പോൾ 30 ആൻസർ. ഓക്കെ, അപ്പോൾ 30 cm കിട്ടും. അപ്പോൾ വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് 30 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട് 3:2 എന്നാണ്. നമ്മളടുത്ത് എന്താ ചോദിക്കുക? വാട്ട് ഈസ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ വിഡ്ത്ത് പ്ലസ് ഹൈറ്റിൽ 30 അതുപോലെ എഴുതുക. 30 × ഇനി എന്താണ്? ഈ റേഷ്യോ തന്നിട്ടില്ല, ഈ റേഷ്യോയിൽ ഇത് രണ്ടും കൂട്ടുക. 3ഉം 2ഉം എത്രയാണ്? റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക. 3 × 2 5. ആ 5 ഇവിടെ താഴെ എഴുതുക. മുകളിൽ ഇനി വിഡ്ത്ത് എത്രയാണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ വിഡ്ത്തല്ലേ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഡ്ത്തിൻ്റെ റേഷ്യോ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുകളിൽ 3 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്താണ്? ഇവിടെ മുകളിലും താഴെയും 5ൻ്റെ ടേബിൾ വെച്ച് വെട്ടി ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ 5ൻ്റെ ടേബിൾ ഒരു പ്രാവശ്യം പറയുമ്പോഴാണ് 5 കിട്ടുന്നത്. 5ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 30 കിട്ടുന്നത്? 1 5 5, 2 5 10, 3 5 15, 4 5 5 25, 6 5 30, അല്ലേ? അപ്പോൾ 6 പ്രാവശ്യം പറയുമ്പോൾ, അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വെട്ടിപ്പോയി, ഇവിടെ 5ൻ്റെ ടേബിൾ 6 പ്രാവശ്യം പറയുമ്പോൾ, അതായത് മുകളിലും താഴെ ഒരേപോലെ 5ൻ്റെ ടേബിൾ വെച്ച് വെട്ടി ചെയ്യണം. ഓക്കെ, ഇനി എത്ര കിട്ടും? 6. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ 30 × 3 ചെയ്യാം. എത്ര? 30 × 3 ചെയ്തിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എളുപ്പത്തിലാണ് വെട്ടി ചെയ്യുന്നത്. 5നും 30ഉം 2ഉം 5ൻ്റെ ടേബിളിൽ പോകുന്നു, വെട്ടി ചെയ്യുന്നു. പിന്നെ കിട്ടി 6. 6 3, 1 6 2 12, 3 6 18. അപ്പോൾ വിഡ്ത്ത് എത്രയാണ്? 18 cm കിട്ടും. ഓക്കെ, വിഡ്ത്ത് 18 cm കിട്ടും. ഇനി ഇതുപോലെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ലെങ്ത് 30 × രണ്ടും കൂടെ റേഷ്യോ തമ്മിലുള്ള സം എത്രയാണ്? 5 താഴെ എഴുതും. എന്നിട്ട് ഹൈറ്റിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ എടുക്കുക. എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ? 5ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയാം? 5ൻ്റെ ടേബിൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ 5 ആണ്. ഇവിടെ എത്ര? 5ൻ്റെ ടേബിൾ 6 പ്രാവശ്യം പറയുമ്പോഴാണ് 30 കിട്ടുന്നത്. എന്നിട്ട് 6 2 12. അപ്പോൾ എത്ര കിട്ടും? 12 cm. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാം വിഡ്ത്ത് 18 cm എന്നും എന്താണ് അവസാനം എഴുതുക? വിഡ്ത്ത് = 18 cm, height = 12 cm.
ഓക്കെ, ഇതാണ് നമ്മുടെ എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി പാർട്ട് എന്താ പറയുന്നത്? വാട്ട് പാർട്ട് ഓഫ് ദ വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ്. വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്തിൻ്റെ എത്ര പാർട്ടാണ് ഇറ്റ്സ് ഹൈറ്റ്, ഹൈറ്റ് എത്രയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വിഡ്ത്ത് ഈസ് ടു റേഷ്യോ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിട്ടുള്ളത്? 3:2 എന്നല്ലേ റേഷ്യോ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഈക്വൽ ടു 3/2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഇത് ശരിയാണ്. ഓക്കെ, നമ്മളടുത്ത് ചോദിക്കുന്നത് എന്താണ്? വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിന് അപ്പോൾ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് 3/2 ആണെങ്കിൽ നമുക്ക് ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത്. ഹൈറ്റ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഹൈറ്റിൻ്റെ നേരെ കറസ്പോണ്ട്, നേരെ തിരിച്ചെഴുതാം അല്ലേ? 2/3 എന്ന് എഴുതാം. ഓക്കെ, നമ്മളടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് പാർട്ട് ഓഫ് ദ വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ്. അപ്പോൾ ഹൈറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹൈറ്റ് കണ്ടുപിടിക്കുക. നമുക്ക് ഇത് മാത്രമാണ് വേണ്ടേ. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന വിഡ്ത്തിനെ സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഓക്കെ, സമത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ഡിവിഷൻ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഹൈറ്റ് എങ്ങനെ എഴുതാം? ഹൈറ്റ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഈ വിഡ്ത്ത് എന്ന് എഴുതാം. ഓക്കെ, 2/3 ഇൻറ്റു വിഡ്ത്ത് എന്ന് എഴുതാം. അപ്പോൾ എത്രയാണ്? വാട്ട് പാർട്ട് ഓഫ് എന്ന് ചോദിക്കുമ്പോൾ ഹൈറ്റ് എന്താണ്? വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത് ഈസ് ഇറ്റ്സ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ 2/3 എന്ന് ഇങ്ങനെ എഴുതാം. ഇതാണ് ആൻസർ. വാട്ട് പാർട്ട് ഓഫ് വിഡ്ത്ത്. അപ്പോൾ 2/3 ടൈംസ് വിഡ്ത്താണ് ഹൈറ്റ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ. ഇഫ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റെക്ടാങ്കിൾ ഹാവിംഗ് ദ സെയിം പെരിമീറ്റർ ഈസ് 2:1. അപ്പോൾ പെരിമീറ്റർ സെയിം ആണ്. പെരിമീറ്റർ എത്ര തന്നെയാണ്? പെരിമീറ്റർ സെയിം തന്നെയാണ്, 60 സെൻറ്റിമീറ്റർ തന്നെയാണ്. പക്ഷേ റേഷ്യോ അവിടെ ചേഞ്ചായി. റേഷ്യോ എത്രയായി? നേരത്തെ 3:2 ആണെങ്കിൽ ഇപ്പോൾ അതെന്തായി? 2:1 ആയി. ഓക്കെ, 2:1 ആയി. വാട്ട് ഈസ് ഇറ്റ്സ് ഹൈറ്റ്. അപ്പോൾ നമ്മളടുത്ത് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഒരു വ്യത്യാസം വന്നാൽ റേഷ്യോയ്ക്ക് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെരിമീറ്ററിനെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. പെരിമീറ്ററിനെ എങ്ങനെ എഴുതി? 2 ഇൻറ്റു എന്താണ്? വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് എഴുതി അല്ലേ? 2 ഇൻറ്റു വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് ആണ് എത്രയാ? 60 സെൻറ്റിമീറ്റർ. അതാണ് നമ്മുടെ പെരിമീറ്റർ. അപ്പോൾ വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എത്രയാണെന്ന് കിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുണിച്ചിരിക്കുന്ന 2നെ സമത്തിന് അപ്പുറത്തോട്ട് പോവുക. അപ്പോൾ എന്തെയും ഗുണിച്ചിരിക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 60/2 അതായത് വിഡ്ത്ത് പ്ലസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? ടോട്ടൽ ലെങ്ത് 30. 60നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് എങ്ങനെ എഴുതും? ഹൈറ്റ് എഴുതാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടോട്ടൽ ലെങ്ത്, അതായത് ടോട്ടൽ ആ ലെങ്ത്. അപ്പോൾ ടോട്ടൽ ലെങ്ത് 30 ഇൻറ്റു ഇനി നമ്മൾ റേഷ്യോ തമ്മിലുള്ള സം എന്ന് വെച്ചാൽ 2 + 1 3 ആണ്. 3 ഇവിടെ എഴുതും. ഇനി എന്ത് ചെയ്യും? വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ്. റേഷ്യോ എത്രയാണ് തന്നിട്ടുള്ളത്? വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് അല്ലേ? വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ്. അപ്പോൾ നമുക്ക് വേണ്ട ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റ് ഏതിൻ്റെ റേഷ്യോ? ഹൈറ്റ് ഏതാണ്? 1 എടുക്കും അല്ലേ? 1. അപ്പോൾ 1 ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് ഈ 3നെ ഈ 3 കൊണ്ട് വെട്ടി ചെയ്യാം. അപ്പോൾ എന്താണ്? 1 3 3 10. 10 ഇൻറ്റു 1 10 സെൻറ്റിമീറ്ററിന് കിട്ടും. ഇതാണ് ആൻസർ. അടുത്ത ഡി ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് ദ വിഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 1/2 മീറ്റർ. അപ്പോൾ ഒരു റെക്ടാങ്കിളിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 1/2 മീറ്റർ എന്ന് പറയുവാണ്. ഓക്കെ, 1/2 മീറ്റർ എന്ന് പറയുകയാണ്. പിന്നെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് പറയുവാണ് എത്രയാ? 1/3 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് താഴെ കുറേ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഈസ് കറക്റ്റ് അബൌട്ട് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ ഈ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്ന ആ റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന താഴത്തെ ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റിൻ്റെ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കാം? വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് എഴുതിയാൽ പോരെ? വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ്. വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഇവിടെ എത്രയാണ്? 1/2 മീറ്റർ. 1/2 ഡിവൈഡഡ് ബൈ ഹൈറ്റ് എത്രയാണ്? 1/3 അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വന്നാൽ പഠിച്ചിട്ടുണ്ട്. ഒരു വലിയ ഡിവിഷൻ വന്നാൽ എളുപ്പത്തിൽ പറഞ്ഞു. വലിയ ഡിവിഷൻ വന്നാൽ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്താണ്? 1/2 ഈ വലിയ ഡിവിഷൻ മാറ്റാൻ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ട് ഇതിന് എന്ത് ചെയ്യണം? നേരെ തലകുത്തനെ ഇട്ട് ഗുണിക്കുക. അപ്പോൾ 1/3 എന്നുള്ള എന്താവും? 3/1 ആവും. 3/1 ആവും. ഓക്കെ,
അപ്പോൾ എന്താ കിട്ടും? 1 × 3 3, 2 × 1 2. അപ്പോൾ വിഡ്ത്ത് ബൈ ഹൈറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ അപ്പോൾ വിഡ്ത്ത് ഡിവൈഡ് ബൈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/2 ആണ്. അപ്പോൾ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് വെച്ചാൽ 3:2 എന്നാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ ഈ റേഷ്യോ കിട്ടുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, എ റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈസ് 3:2. ശരിയല്ലേ? 3:2 അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് എഴുതാം. റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈസ് 3:2 എന്ന് ഇതിന് പ്രകാരം നമുക്കറിയാം. ഓക്കെ, ബാക്കി റേഷ്യോ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ റേഷ്യോ 2:3 ആണോ എന്ന് ചോദിച്ചാൽ അല്ല. 3:1 ആണോ 2:1 ആണോ? അല്ല. അപ്പോൾ ബിയും സിയും ഡിയും എന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എന്താണ്? എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഈസ് 3:2. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇമാതിരിയാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയായിരുന്നു 1ൻ്റെ എ പാർട്ട്. ഓക്കെ, ഇനി അത് അറിഞ്ഞുകൂടാത്തവർക്ക് 1ൻ്റെ ബി ചെയ്യാം. 1B. ഓക്കെ, 1B എങ്ങനെയാണ്? അതിൻ്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? 2 ജാറുണ്ട്. ജാർ 1 ജാർ 2 എന്ന് പറഞ്ഞ് ജാർ തന്നിട്ടുണ്ട്. ജാർ 1 കണ്ടെയ്ൻസ് 3/4 പാർട്ട് ഓഫ് വാട്ടർ. അപ്പോൾ ജാർ 1ൽ എന്താണ്? ജാർ 1ൽ 3/4 പാർട്ട് ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ എന്താണ് 1/4 ഭാഗവും ഉണ്ട്. ആൻഡ് ജാർ 2, ആ പിക്ചർ കാണുമ്പോഴേ അറിയാം 1/4 ഭാഗവും ഉണ്ട്. അടുത്ത് ജാർ 2, ജാർ 2ൽ എന്താണ്? കണ്ടെയ്ൻ ഹാഫ് പാർട്ട് ഓഫ് വാട്ടർ. ഹാഫ് പാർട്ട് എന്ന് വെച്ചാൽ 1/2 പാർട്ട് അല്ലേ? ഹാഫ് പാർട്ട് ഓഫ് വാട്ടർ ഇൻ ഇറ്റ്, അതിനകത്ത് വാട്ടർ ഉണ്ടെന്നാണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? അപ്പോൾ റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള റേഷ്യോ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ ചെയ്ത പോലെ ഇൻ ജാർ 1 ആൻഡ് ജാർ 2. ഓക്കെ, അപ്പോൾ ജാർ 1 ഈസ് ടു ജാർ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റിയുടെ അനുസരിച്ച് അപ്പോൾ ജാർ 1ൽ എത്രയായിരുന്നു? 3/4 അല്ലേ? 3/4 ഈസ് ടു 1/2 അത് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജാർ 1 ഡിവൈഡഡ് ബൈ ജാർ 2 നേരത്തെ ചെയ്ത പോലെ തന്നെ ഈസ് ഈക്വൽ ടു 3/4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 1/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതും? ഇത് വീണ്ടും ഒരു വലിയൊരു ഫ്രാക്ഷൻ നമ്പർ. ഓക്കെ, അപ്പോൾ നടുക്ക് വലിയ ഈ ഫ്രാക്ഷൻ മാറ്റാൻ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ മുകളിലുള്ളത് അതുപോലെ അങ്ങ് എഴുതും. 3/4 അതുപോലെ എഴുതിയിട്ട് ഈ ഒരു ഡിവിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? തലകുത്തനെ എഴുതാം. 1/2 എന്താവും? 2/1 എന്നാവും. ഓക്കെ, ഇനി നോക്ക്, നമുക്കിവിടെ മുകളിലും 2ൻ്റെ ടേബിളിൻ്റെ പറയുന്ന നമ്പറുണ്ട്, ഇവിടെ താഴെയും 2ൻ്റെ ടേബിളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടിച്ചെയ്യാം അല്ലേ? അപ്പോൾ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? ഒരു പ്രാവശ്യം. ഇവിടെ അതേസമയം തന്നെ ഇവിടെയും ചെയ്യണം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 4 കിട്ടുന്നത്? 1 2 2 2 2 4. അപ്പോൾ 2 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഗുണിക്കാം. 3 × 1 3 അല്ലേ? 3 ഡിവൈഡ് ബൈ 2 × 1 2. അപ്പോൾ റേഷ്യോ എത്രയായിട്ട് കിട്ടും? ജാർ 1 ഈസ് ടു ജാർ 2 എന്ന് പറഞ്ഞാൽ 3:2 എന്ന് കിട്ടും. ഓക്കെ, ജാർ 1 ഈസ് ടു ജാർ 2 എന്ന് പറഞ്ഞാൽ 3:2 എന്ന് ആൻസർ കിട്ടും. ഇതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് റേഷ്യോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി. സലീം മെയ്ഡ് റോസ് കളർ പെയിൻറ് ബൈ മിക്സിംഗ് വൈറ്റ് ആൻഡ് റെഡ് പെയിൻറ്. അപ്പോൾ സലീം മെയ്ഡ് ഉണ്ടാക്കി റോസ് കളർ പെയിൻറ്. അപ്പോൾ സലീം റോസ് കളർ പെയിൻറ് ഉണ്ടാക്കി ബൈ മിക്സിംഗ് വൈറ്റ് ആൻഡ് റെഡ് പെയിൻറ്. അപ്പോൾ വൈറ്റ് പെയിൻറ്റും റെഡ് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് സലീം ഏത് കളർ പെയിൻറ് ഉണ്ടാക്കി? റോസ് കളർ പെയിൻറ് ഉണ്ടാക്കി. ഹി ആഡഡ് 12 liters of red paint into 6 liters of white paint. അപ്പോൾ he added 2 liters of red paint. അപ്പോൾ റെഡ് പെയിൻറ്റും പിന്നെന്താണ്? എത്രയാണ്? he added 2 liters. അപ്പോൾ റെഡ് പെയിൻറ്റ് 2 ലിറ്ററും പിന്നെ വൈറ്റ് പെയിൻറ്റ് എത്രയാണ്? 6 ലിറ്ററും. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് 6 ലിറ്ററും എടുത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് റെഡ് പെയിൻറ്റ് ഷുഡ് ഹി ആഡഡ് to 7 1/2 liters of white paint to get the same color. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് റെഡ് പെയിൻറ്റ്. ഇനി ഈ റെഡ് പെയിൻറ്റിന് എത്ര ആഡ് ചെയ്യണം? ആഡഡ് ഇൻറ്റു 7.5 liters ഓഫ് വൈറ്റ് പെയിൻറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് റെഡും വൈറ്റും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. റെഡും വൈറ്റും എത്രയാണ്? 2 / 6 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം?
2 / 6 മുകളിലും താഴെ ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2ൻ്റെ ടേബിൾ വെച്ച് വെട്ടി ചെയ്യാം അല്ലേ. ഞാൻ ഇവിടെ വെട്ടി ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അല്ലാത്തവർക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 × 1 എന്നും 3 × 2 എന്ന് എഴുതി 2നെ വെട്ടി ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കെന്താ 2ൻ്റെ ടേബിൾ പറയാം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്? ഒരു പ്രാവശ്യം. അപ്പോൾ 1 വെട്ടി ചെയ്തു. ഇവിടെ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 6 കിട്ടുന്നത്? 1 2 2 2 4 3 2 6. അപ്പോൾ 3 പ്രാവശ്യം. അപ്പോൾ ആൻസർ എത്രയെന്ന് കിട്ടും? 1/3. അപ്പോൾ റെഡും വൈറ്റും എന്താണ്? റെഡ് ഡിവൈഡ് ബൈ വൈറ്റ് എത്രയാണ് കിട്ടിയത്? 1/3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ചോദിക്കുവാണ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് റെഡ് പെയിൻറ് ഷുഡ് ആഡഡ് ഇൻറ്റു. അപ്പോൾ ഇനി എത്ര റെഡ് വേണം? ഷുഡ് ആഡഡ് ഇൻറ്റു 7.5 liters ഓഫ് വൈറ്റ് പെയിൻറ്റ്. അപ്പോൾ ഈ വൈറ്റ് പെയിൻറ്റ്, റെഡ് പെയിൻറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. വൈറ്റ് പെയിൻറ്റ് എന്ന് വെക്കുന്നത് 7.5 liter വൈറ്റ് പെയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സെയിം കളർ റോസ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്നത് ഈ റെഡ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? വീണ്ടും റെഡ് നമുക്ക് അറിയില്ല. ഓക്കെ, വൈറ്റ് പറഞ്ഞിട്ടുണ്ട് 7.5 ആണെന്ന് അല്ലേ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഓൾറെഡി ഉള്ള 1/3. ഓക്കെ, എഴുതാം. നമുക്ക് വേണ്ട റെഡാണ്. അപ്പോൾ റെഡ് ഈസ് ഈക്വൽ ടു എന്താ? 1/3. ഇവിടെ ഡിവൈഡഡ് ബൈ 7.5 ആണ് അല്ലേ. അപ്പോൾ 7.5 ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന് ഈ റെഡ് കിട്ടാൻ വേണ്ടി സോൾവ് ചെയ്യാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. സമത്തിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ. ഡിവിഷൻ എന്താണ്? എപ്പോഴും ഒരു കാര്യം ഓർത്തുക, ഡിവിഷൻ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ സമത്തിന് ഇപ്പുറത്തോട്ട് മാറ്റുമ്പം എന്താണ്? ഡിവിഷൻ ആവും. പ്ലസ് സമത്തിന് അപ്പുറത്തോട്ട് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും. മൈനസ് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. ഓപ്പോസിറ്റ് ഓർത്താൽ മതി. അപ്പോൾ ഈ 7.5 ഡിവൈഡഡ് ബൈ നമുക്ക് റെഡാണ് വേണ്ടത്. അപ്പോൾ റെഡ് മാത്രം ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇതിനപ്പുറത്തോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ ഡിവൈഡഡ് ബൈ 7.5 എങ്ങനെ എഴുതും? നമ്മൾ ഇൻറ്റു 7.5 എന്ന് എഴുതും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇതിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്? 7.5 എന്ന് പറഞ്ഞാൽ എന്താ? 7.5 എന്ന് പറഞ്ഞാൽ 7 + അര അല്ല. 7ൻ്റെ കൂടെ അര കൂട്ടുമ്പോഴാണല്ലോ 7.5. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? 7 + ½ എന്ന് എഴുതാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നേ തുടങ്ങണം. ഇവിടെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങി വരണം. ഓക്കെ, അപ്പോൾ 2 × 7 2 ഇവിടെ നിന്ന് ഇതേ ഗുണം ഇത് 2 × 7 എന്നിട്ട് നടുക്ക് എന്ത് ചിഹ്നമാണോ കൊടുത്തിട്ടുള്ളത് അത് സിമ്പിൾ. അപ്പോൾ പ്ലസ് എന്താണ്? 1 അതുപോലെ എഴുതുക. ഹോൾ ഡിവൈഡഡ് ബൈ ഈ താഴെ കിടക്കുന്ന ഇത് 2. ഓക്കെ, അപ്പോൾ 2 × 7 എന്ന് വെച്ചാൽ 1 7 2 14 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 14 1 എത്രയാണ്? 15/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 1/3 ഇൻറ്റു ഈ 15/2 ഈ 7.5 നമുക്ക് എങ്ങനെ എഴുതാം? 15/2 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് വെട്ടി ചെയ്യാൻ ഏതൊക്കെയുണ്ട്? 3ൻ്റെ ടേബിൾ പറഞ്ഞാൽ 15 കിട്ടത്തില്ലേ? 1 3 3 2 3 6 3 9 4 12 5 3 15 അല്ലേ. അപ്പോൾ ഇവിടെ വെട്ടി ചെയ്യാം. 5 3 15. അപ്പോൾ എന്താ? 1 × 5 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ 5/2 ലിറ്റർ എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ 5നെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. 5 ഡിവൈഡ് ബൈ 2 ചെയ്ത് നോക്ക്. 5 ഡിവൈഡ് ബൈ 2 ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിത് 5 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതും? 2 2 4 5 4 പോയാൽ 1 ശിഷ്ടം. പിന്നെ താഴെ ഇറക്കം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇടും. പിന്നെ ഒരു 0 ഇറക്കും. അപ്പോൾ എത്രയാണ്? 5 2 10 അല്ലേ. അപ്പോൾ 5 2 10 ആൻസർ നമുക്ക് കിട്ടി. എത്രയാണ് കിട്ടും? 2.5 ലിറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, എത്രയാണ്? 2.5 ലിറ്റർ എന്നാണ് ഇതിൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 2.5 ലിറ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. മനസ്സിലാവാത്തവർ ഒന്നുകൂടി 2-3 പ്രാവശ്യം കൂടി ഇത് കേട്ട് നോക്കണം. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ സിമ്പിളാണ്. റേഷ്യോ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ദ വിഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 3 meters ആൻഡ് ഹൈറ്റ് ഈസ് 50 centimeter. ഓക്കെ, അപ്പോൾ വിഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ വിഡ്ത്ത് തന്നിട്ടുണ്ട്. എത്രയാണ് വിഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ? വിഡ്ത്ത് തന്നിട്ടുണ്ട് 3 meter എന്ന്. അടുത്ത് ഹൈറ്റ് ഈസ് എത്ര തന്നിട്ടുണ്ട്? ഹൈറ്റ് തന്നിട്ടുണ്ട് 50 centimeter എന്ന്. എത്രയാണ്? 50 centimeter എന്നാണ് തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്? അപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കും. വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ്. ഓക്കെ, നമ്മൾ നോക്കുക. ഇവിടെ വിഡ്ത്ത് നമുക്ക് മീറ്ററിലും ഹൈറ്റ് നമുക്ക്
സെൻറ്റിമീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. മീറ്ററിലും ഹൈറ്റ് നമുക്ക് സെൻറ്റിമീറ്ററിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സെൻറ്റിമീറ്ററിന് എന്ത് ചെയ്യണം? മീറ്ററിലോട്ടാക്കണം. അപ്പോൾ നമുക്കിവിടെ നോക്കുക, ഇവിടെ നമ്മൾ നോക്കിയാൽ വിഡ്ത്തിൽ നമുക്ക് മീറ്ററിലും തന്നിട്ടുണ്ട്, ഹൈറ്റിനെ സെൻറ്റിമീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു റേഷ്യോ എടുക്കണമെങ്കിൽ നമ്മൾ രണ്ടും ഒരേ യൂണിറ്റിലാക്കണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വിഡ്ത്ത് ഡിവൈഡഡ് ബൈ ഹൈറ്റ്, വിഡ്ത്ത് ഡിവൈഡ് ബൈ ഹൈറ്റ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് റേഷ്യോ കിട്ടുന്നത്. വിഡ്ത്ത് ഡിവൈഡ് ബൈ ഹൈറ്റ് ഇസ് ഈക്വൽ ടു ഈ മീറ്ററിന് നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിലോട്ടാക്കാം. മീറ്ററിന് നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പോൾ 3 മീറ്ററിന് നമ്മൾ എന്താണ് വിഡ്ത്തിൻ്റെ ഭാഗത്ത് 3 മീറ്റർ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ടാക്കുക. 3 × 100 ഡിവൈഡഡ് ബൈ എത്രയാണ്? 50. ഇത് ഓൾറെഡി സെൻറ്റിമീറ്ററിൽ, അപ്പോൾ 50. ഇനി മുകളിലത്തെ ഈ 0-ഉം താഴത്തെ ഈ 0-ഉം കട്ട് ചെയ്ത് പോകും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മുകളിലും താഴെയും ഒരേപോലെ, പക്ഷേ ഒരേപോലെ 0 ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എക്സ്ട്രാ ഒരു 0 അല്ലാതെ 0 ചുമ്മാ കടന്നുകൊണ്ട് കട്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ ഒരു 0 ഉണ്ട്, നമുക്ക് വെട്ടാൻ പറ്റുമോ? അതിന് ഇവിടെ ഒരു 0 കട്ട് ചെയ്യണമെങ്കിൽ താഴെ അതുപോലൊരു 0 വേണം. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു 0 ഉണ്ട്, പക്ഷേ ഇവിടെ കട്ട് ചെയ്യാൻ 0 ഇല്ല, അതുകൊണ്ട് നമ്മൾ വെട്ടത്തില്ല. ഓക്കെ. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ 5ൻ്റെ നോക്ക്, 5ഉം 10ഉം അല്ലേ? മുകളിലും താഴെ 5ഉം 10ഉം 5ൻ്റെ ഗുണിതങ്ങളല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും എളുപ്പത്തിൽ വെട്ടി ചെയ്യാം. എങ്ങനെയാണ്? 5ൻ്റെ ടേബിൾ പറഞ്ഞാൽ മതി അല്ലേ? 1 5 5, ഇത് എത്രയാണ്? 1 5 5, 2 5 10 അല്ലേ? 2 5 10. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യണം? 3 × 2. അപ്പോൾ ബാക്കി ഇതെല്ലാം പോയി. ബാക്കി 3 × 2 എത്രയാണ്? 6. 6 ഡിവൈഡഡ് ബൈ 1. അതായത് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അപ്പോൾ വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് റേഷ്യോ എത്രയാണ്? വിഡ്ത്ത് ഈസ് ടു ഹൈറ്റ് എന്ന് പറയുന്ന റേഷ്യോ 6:1 ആണ്. അതിവിടെ ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി അല്ലേ? അപ്പോൾ ആൻസർ എന്ത് എഴുതാം? ആൻസർ ഓപ്ഷൻ ഡി, 6:1. ഇതാണ് അവിടുത്തെ ശരിയായ ആൻസർ. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 7? ഹയസ്റ്റ് പവർ ഓഫ് 7. 7ൻ്റെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ് പവർ എങ്ങനെയാണ്? ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 25 വിത്തൗട്ട് എ റിമൈൻഡർ. അപ്പോൾ ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യും ഫ്രം 1 to 25 വിത്തൗട്ട് റിമൈൻഡർ. അപ്പോൾ റിമൈൻഡർ ശിഷ്ടമില്ലാതെ എന്താണ് 1 മുതൽ 25 വരെയുള്ളതിൽ എന്താ ഈ 7ൻ്റെ ഗുണിതങ്ങൾ 1 മുതൽ 25 വരെയുള്ള നമ്പറിൽ എടുക്കുമ്പോൾ അതിന് ശിഷ്ടം വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കണം 1. അപ്പോൾ നമുക്ക് 7ൻ്റെ ഗുണിതങ്ങൾ നോക്കാം. ഒന്ന് നോക്കിയേ, 7 × 1 1 7 7 അല്ലേ? അടുത്തെത്രയാ? 1 7 2 7 14. ഓക്കെ. ഇതെത്ര? നമുക്ക് 1 to 25 വരണം. ഓക്കെ. അപ്പോൾ 7 1-നകത്ത് വരുന്നുണ്ട്, 14 അതിനകത്ത് വരുന്നുണ്ട്. അടുത്തെത്രയാണ്? 7 × 3. 7 × 3 എത്രയാണ്? 1 7 2 3 7 21. ഓക്കെ. 21ഉം ഈ 25-നകത്ത് വയ്ക്കും. അടുത്ത് 7 × 4 നോക്കിയേ, 1 2 3 21 4 28 28 ഇവിടെ 25-നകത്ത് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് എത്രയാണ്? 3 എണ്ണം കിട്ടും. അതായത് ഹയസ്റ്റ് പവർ എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ്? 3 എണ്ണം കിട്ടും അല്ലേ? 7³ എന്ന് എഴുതാം. അപ്പോൾ ഏതാണ് ആൻസർ? ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 7³ അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ? 1 1 2 3 എണ്ണമാണ്. അപ്പോൾ 7³ എന്ന് എഴുതാം. ഓക്കെ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ബി ക്വസ്റ്റ്യൻ വീണ്ടും സെയിം അതുപോലെ തന്നെയാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് 10 ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 20 വിത്തൗട്ട് എ റിമൈൻഡർ. നേരത്തെ ചോദിച്ച പോലെ നേരത്തെ 1 to 25 ആയിരുന്നെങ്കിൽ ഇവിടെ 1 to 20 ആണ്. പിന്നെ ഏതാണ്? പവേഴ്സ് ഓഫ് 10ൻ്റെ ഹയസ്റ്റ് പവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ക്യാൻ ഡിവൈഡ് ദ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഫ്രം 1 to 20. അപ്പോൾ 1 to 20 വരെയുള്ള ആ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യും വിത്തൗട്ട് എ റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഹയസ്റ്റ് പവർ ഓഫ് 10. ഇപ്പോൾ 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 10നെ എത്രയാണ്? 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? 2 × 5 ആണ് 10 അല്ലേ? അപ്പോൾ നമുക്കിനി നോക്കേണ്ട ഈ 5ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോൾ, അതായത് 1നും 20ക്കും ഇടയ്ക്ക് എത്ര 5 ഉണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. 5 × 1 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. 5 × 2 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. 5 × 3 ചെയ്യുമ്പോൾ എത്രയാണ്? 15 കിട്ടും. 5 × 4 ചെയ്യുമ്പോൾ 20 കിട്ടും.
ഈ 5 × 5 ചെയ്താൽ 25 ആണ്. നമുക്ക് 25 ആണ് ഉള്ളത്, ഇല്ല 1 to 20 എന്ന് പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5 കിട്ടുന്നത്. ഇനി നമുക്ക് 10 എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ എത്ര ഇതുപോലെ കറസ്പോണ്ടൻ്റ് ആയിട്ട്, അപ്പോൾ എത്ര 1 2 3 4 5 ഉണ്ടെങ്കിൽ അതുപോലെ 4 2 വേണം. അങ്ങനെയെങ്കിലല്ലേ നമുക്ക് 10ൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ 2 അതുപോലെ ഇപ്പോൾ 5 × 2 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 5 ഓൾറെഡി എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. 1 2 3 4 5 ഉണ്ട്, 4 5കളുണ്ട്. ഇനി അതുപോലെ 4 2 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1 അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് 2 കിട്ടും. 2 × 2 ചെയ്യുമ്പോൾ അപ്പോൾ എത്രയാണ്? അവിടെ തന്നെ നമുക്ക് എന്താണ് രണ്ടാമത് കിട്ടും 24. 2 × 3 ചെയ്യുമ്പോൾ 6. 2 × 4 അവിടെ തന്നെ വീണ്ടും അപ്പോൾ 1 2 3 4 1 2 3 4 5. അപ്പോൾ ഈ 2നെ തന്നെ നമുക്ക് ഈ 4നെ തന്നെ നമുക്ക് വീണ്ടും 2 × 2 എന്നൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ 2 ഒരുപാടുണ്ട് അല്ലേ? 2 നമുക്ക് കുറേ കിട്ടും. അതേപോലെ പക്ഷേ നമുക്ക് 5 എത്ര വരെ 1 to 20 എടുക്കുമ്പോൾ 1 2 3 4. അപ്പോൾ ഈ എത്രയാണ്? 4 5കളെ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 10 ആണ് കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ഇതിൻ്റെ കൂടെ എത്രയാണ്? 2 ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തല്ലേ, ഇൻറ്റു 2 2. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള 4 2കൾ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത് അല്ലേ? അപ്പോൾ 10ന് കിട്ടുന്ന ഹയസ്റ്റ് പവർ ഏതെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1 2 3 4. അപ്പോൾ 10ന് കിട്ടാവുന്ന ഹയസ്റ്റ് പവർ എന്ന് വെച്ചാൽ 4 ടൈംസ്. നമുക്ക് 4 ടൈംസേ നമുക്ക് 5 × 2 ചെയ്ത് 10 കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് ആൻസർ എന്തെഴുതാം? 10⁻⁴ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ശരിയായത് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഓപ്ഷനായിട്ട് നോക്കണം. എ ശരിയാണോ തെറ്റാണോ നോക്കാം. എന്താ പറഞ്ഞത്? 8⁴ × 8⁻2 അല്ലേ = 8⁸ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എങ്ങനെ നോക്കും? ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചായിരുന്നു അല്ലേ? a⁻m × a⁻n = a⁻m+n എന്നാണ്. ഓക്കെ, അപ്പോൾ നോക്കുക, എ എന്ന് പറഞ്ഞ സ്ഥാനത്ത് 8 ഇല്ല, എല്ലായിടവും 8 തന്നെയാണ്. ഓക്കെ, ഇനി a⁻m, അപ്പോൾ ഇതാണ് m, ഇത് n. അപ്പോൾ a⁻m × a⁻n എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? a⁻m+n. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ആയിരിക്കും ഇവിടുത്തെ പവർ. നോക്കുക, 4 + 2 നോക്കുമ്പോൾ 4 × 2 എത്ര? 4 5 6 ആണ്. ഇവിടെ 6 ആണോ കൊടുത്തിട്ടുള്ളത്? അല്ല. അപ്പോൾ ഇത് റോങ്. ഇതാണോ ശരിയായിട്ടുള്ളത്? അല്ല, തെറ്റ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ബി നോക്കാം. നമുക്ക് ബി എന്താ പറയുന്നത്? 9⁻6 / 9⁻3 = 9². ഓക്കെ, 9⁻6 / 9⁻3 = 9² എന്നാണ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചായിരുന്നു. a⁻m / a⁻n = എന്താണ് നമ്മൾ പഠിച്ചു? a⁻m / a⁻n എന്ന് വെച്ചാൽ a⁻m - n എന്നാണ്. അതായത് ആ ഫോമാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് a അല്ലേ? a. ഓക്കെ, m n, ഇത് m ഇത് n. ഓക്കെ, അപ്പോൾ m - n. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്, അപ്പോൾ 6ൽ നിന്ന് 3 പോയാൽ എത്ര? 6ൽ നിന്ന് 3 പോയാൽ 3. ഇവിടെ 3 ആണോ കൊടുത്തിരിക്കുന്നത്? 2 ആണ്. അപ്പോൾ ഇതും റോങ് ആണ്, ഇതും ശരിയല്ല. അടുത്ത നമുക്ക് സി എന്ന ഓപ്ഷൻ നോക്കാം. എന്താ? 5⁻8 4 = 5⁻12 എന്നാണ്. അതായത് എന്താണ്? ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. a⁻m / n = a⁻m × n എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എമ്മും ഇവിടെ എന്നും എടുത്താൽ ഇത് രണ്ടും കൂടെ ഗുണിച്ച് കിട്ടുന്നതായിരിക്കണം ഇവിടെ കിട്ടേണ്ടത്. ഒക്കെ നോക്കുക. അപ്പോൾ 8 × 4 എത്ര? 1 8 2 3 4 32 ആണോ ഇവിടെ ഉള്ളത്? ഇല്ല, വെറും 12 ആണ്. അപ്പോൾ ഇതും ശരിയല്ല, ഇതും റോങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഡി നോക്കാം. ഓപ്ഷൻ ഡി എന്താണ്? 3⁻3 / 3⁻6 = 1/27 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടണം. നമുക്ക് എങ്ങനെ എഴുതാം? 3⁻3 എന്ന് വെച്ചാൽ 3നെ 3 പ്രാവശ്യം ഗുണിക്കുക. അതെങ്ങനെ എഴുതാം? 1 2 3. അതേ ഡിവൈഡ്, അപ്പോൾ ഇത് എത്രയാണ്? 3നെ 6 പ്രാവശ്യം ഗുണിക്കുക. 1 2 3 4 5 6. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, വെട്ടിപ്പോവും. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, വെട്ടിപ്പോവും. ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, വെട്ടിപ്പോവും. ബാക്കി എത്ര കിട്ടും? ഇവിടെ ഇനി ഒന്നുമില്ല വെട്ടാൻ. അപ്പോൾ 1 എഴുതും. 1 ഡിവൈഡ് ബൈ 3 3 ഒരു 3 3 9 അല്ലേ? ഒരു 3 3 2 3 6 3 3 9. ആ 9 ഇൻറ്റു 3 ഒരു 9 2 2 3 9 27. അപ്പോൾ എത്രയാണ് ആൻസർ? 1/27. അത് തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ആൻസറാണ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ് എഴുതും? ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ട്. അപ്പോൾ ശരിയായത് ഏതാണ്? ഇത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എഴുതണം. 3/3 ഡിവൈഡ് ബൈ 3/6 ഇസ് ഈക്വൽ ടു 1/27. ഇതാണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി 3ന്റെ എ ക്വസ്റ്റ്യൻ നോക്കാം. 3ന്റെ എ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 16 kilograms ഓഫ് റൈസ് വാസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 5 bags. അപ്പോൾ എന്താണ്? 16 കിലോഗ്രാം അരിയുണ്ട്. അതിന് നമ്മൾ എത്രയാണ്? ഈക്വലി ഡിവൈഡഡ് ഇൻറ്റു 5 bag. തുല്യമായിട്ട് 5 ബാഗിലാക്കുവാണ്, തുല്യമായിട്ട് നിറയ്ക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗിൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് എഴുതും? ടോട്ടൽ റൈസ് എഴുതാം അല്ലേ? ടോട്ടൽ റൈസ് എത്രയുണ്ട്? ടോട്ടൽ റൈസ് ഇസ് ഈക്വൽ ടു 16 കിലോഗ്രാം എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി എത്രയാ? എന്താ അടുത്ത് പറയുന്നത്? എത്ര ബാഗ് ഉണ്ട്? നമ്പർ ഓഫ് ബാഗ്സ്. നമ്പർ ഓഫ് ബാഗ്സ് എത്രയാണ്? നമ്മളിത് പഠിച്ചതാണ്. നമ്പർ ഓഫ് ബാഗ്സ് എത്രയുണ്ട്? 5 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ റൈസ് ഇൻ ഈച്ച് ബാഗ്, ഓരോ ബാഗിലും എങ്ങനെ എഴുതാം? റൈസ് ഇൻ ഈച്ച് ബാഗ് ഇസ് ഈക്വൽ ടു എന്താ? ടോട്ടൽ റൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബാഗ്സ് ചെയ്താൽ മതി. നമ്പർ ഓഫ് ബാഗ്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റൈസ് ഇവിടെ എത്രയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ റൈസ് 16 ഡിവൈഡഡ് ബൈ 5 ആണ്. ഓക്കെ, 16/5 കിലോഗ്രാം ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ 16 ഡിവൈഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 5 ടേബിൾ ഒരു 5 5 2 3 5 15 അല്ലേ? 3 5 15 ഒന്ന് ശിഷ്ടം വരും. എന്നിട്ട് താഴെ ഇറക്കമൊന്നുമില്ല, പോയിന്റ് ഇട്ടു. എന്താണ് പോയിന്റ് ഇട്ട് 0 ഇറക്കി ഒരു 5 5 2 5 10. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.2 കിലോഗ്രാം എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് എ പാർട്ട്. ഓക്കെ, ബി എന്താ ചോദിക്കുന്നത്? റൈറ്റ് ദ വെയിറ്റ് ഓഫ് ദ റൈസ് ഇൻ കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്. അപ്പോൾ നമ്മൾ കിട്ടിയില്ലേ നേരത്തെ? എത്രയാണ് പറഞ്ഞത് നമ്മൾ? 3.2 കിലോഗ്രാം എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ? ആ 3.2 കിലോഗ്രാമിനെ നമ്മൾ എന്തിലോട്ട് എഴുതണം? കിലോഗ്രാംസ് ആൻഡ് ഗ്രാംസ്. കിലോഗ്രാമിലും ഗ്രാംസിലും. അപ്പോൾ അതിന് എഴുതാൻ ഒന്നുമില്ല. ഇതിനെ 3നെ അങ്ങ് കിലോഗ്രാം, 3 കിലോഗ്രാം, 3 കിലോഗ്രാം ആൻഡ് ഇതിന് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം 3 കിലോഗ്രാംസ് എന്ന്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? 0.2 കിലോഗ്രാം. അപ്പോൾ 0.2 കിലോഗ്രാമിനെ നമ്മൾ എന്താക്കണം? ഗ്രാമിലാക്കണം. അപ്പോൾ നമുക്കറിയാം കിലോഗ്രാമിനെ ഗ്രാമിലാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 1000. ഓക്കെ, കിലോഗ്രാമിനെ ഗ്രാമിലാക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 0. ബാക്കിയുള്ള 0.2 കിലോഗ്രാമിന് 0.2 ഇൻറ്റു 1000 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോയിന്റ് സംഖ്യ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഗുണിക്കുന്നത്? പോയിന്റ് ഇല്ലാതെ ഗുണിച്ചിട്ട് പോയിന്റ് എത്ര എണ്ണമാണോ ഉള്ളത് ആ അത്രയും ഡിജിറ്റ് മാറ്റിയിട്ട് എന്താണ്? ഡോട്ട് ഇടണം അല്ലേ? പോയിന്റ് ഇടണം. അപ്പം പോയിന്റ് ഇല്ലാതെ കൂടി 2 ഇൻറ്റു 1000 എത്രയാ? 2000 അല്ലേ? ഇനി എത്രയാണ്? എത്ര ഡിജിറ്റ്? പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണ് ഉള്ളത്? ഒരൊറ്റ ഡിജിറ്റ്. പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങ് അറ്റത്തുനിന്ന് എന്താണ്? ഒരു സ്ഥാനം മാറ്റി ഒരു ഡിജിറ്റ് മാറ്റി കുത്തുന്നു. അപ്പോൾ എത്ര കിട്ടും? ബാക്കി 200. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതും? 3 കിലോഗ്രാംസ് ആൻഡ് 200 ഗ്രാംസ്. ഓക്കെ, 3 കിലോഗ്രാംസ് ആൻഡ് 200 ഗ്രാംസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ 3.2 കിലോഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലും ഗ്രാമിലും ആക്കുന്നത്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് ദ റൈസ് ഇൻ എ ബാഗ് ഈസ് ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 5 കണ്ടെയ്നേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എത്രയായിരുന്നു? 16 കിലോഗ്രാം അരി ഉണ്ടായിരുന്നു. അതിനെ 5 ബാഗിലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? നമുക്ക് 5 ഒരു ബാഗിൽ റൈസ് ഇൻ 1 ബാഗ് കിട്ടിയായിരുന്നു. 1 ബാഗ് നമ്മൾ പഠിച്ചായിരുന്നു എന്തായിരുന്നു? 16 ഡിവൈഡ് ബൈ 5 കിലോഗ്രാം എന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഓക്കെ, ഈ റൈസ് ഇൻ 1 ബാഗ് ഇതിനെ എഗെയിൻ എന്താണ്? ഡിവൈഡഡ് ഈക്വലി ഇൻറ്റു 5 കണ്ടെയ്നേഴ്സ്. അപ്പോൾ എന്താണ്? ഇത്രയും ഇതിനെ 5 കണ്ടെയ്നറുകളിൽ വീണ്ടും എന്താണ്? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, എത്രയാണ്? 5 കണ്ടെയ്നറുകളിൽ വീണ്ടും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ടു ഫൈൻഡ് ദ വെയിറ്റ് ഓഫ് എ റൈസ്. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്തുള്ള റൈസിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. അത് ഏതാണ്? കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അത് ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ
അതിൽ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതാണ് ശരി എന്നാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എത്ര റൈസ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം റൈസ് ഇൻ 1 കണ്ടെയ്നർ എങ്ങനെ എഴുതാം? റൈസ് ഇൻ 1 കണ്ടെയ്നർ. അപ്പോൾ റൈസ് ഇൻ 1 കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ടോട്ടൽ റൈസ് ഡിവൈഡഡ് ബൈ അല്ലേ, ടോട്ടൽ റൈസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കണ്ടെയ്നർ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യാം, നമ്പർ ഓഫ് കണ്ടെയ്നർ. അപ്പോൾ ടോട്ടൽ റൈസ് ഇവിടെ എത്രയാണ്? 16/5. ദ ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കണ്ടെയ്നർ എത്രയാണ്? 5 അല്ലേ, 5 ആണ്. അപ്പോൾ നമുക്കിതെന്താണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഫ്രാക്ഷൻ നമ്പർ, അടുത്തിവിടെ താഴെ വീണ്ടും ഒരു ഫ്രാക്ഷൻ. 5/1 എന്ന് പറഞ്ഞാൽ 5 എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമുക്ക് 5നെ 5/1 എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെയും ഒരു ഫ്രാക്ഷൻ നമ്പറായി, ഇവിടെ ഒരു ഫ്രാക്ഷൻ നമ്പറായി. ഇത് മാറ്റം നമ്മൾ എന്താ ചെയ്തിരുന്നത് നേരത്തെ? മുകളിലത്തെ ഫ്രാക്ഷൻ നമ്പർ 16/5 അതുപോലെ എഴുതും. ഈ ഹോൾ ഡിവിഷൻ, ഈ വലിയ ഡിവിഷൻ മാറ്റാൻ എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്യും. എന്നിട്ട് ഇതിനെ തലകുത്തനെ എഴുതും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? 5/1 എന്താവും? 1/5 എന്നാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ കിട്ടിയ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഉണ്ടോ? ഓപ്ഷൻ എ 5/16 × 5 അത് തെറ്റ്. ഓക്കെ, അടുത്ത് ബി 16/5 × 5 തെറ്റ്. അടുത്ത് സി എന്താ? 5/16 × 1/5 അത് റോങ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഓപ്ഷൻ ഡി നോക്കി, 16/5 × 1/5 എന്ന് പറയുന്നു. അപ്പോൾ ആൻസർ എന്താണ് നമുക്ക് കിട്ടും? ആൻസർ ഡി 16/5 × 1/5 ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഞാൻ 3ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഡി പാർട്ട് ചെയ്യാൻ വിട്ടുപോയി. സി കഴിഞ്ഞ് നേരെ ഇയിലോട്ടാണ് പോയത്. അപ്പോൾ അതിവിടെ ഞാനിതാ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡി ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദ റൈസ് ഇൻ 3 സച്ച് കണ്ടെയ്നേഴ്സ്. അപ്പോൾ നമ്മൾ അതിന് തൊട്ട് മുന്നേ ഒരു കണ്ടെയ്നറിൽ എത്രയെന്ന് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ, സിയിൽ 16/5 × 1/5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് റൈസ് ഇൻ 3 സച്ച് കണ്ടെയ്നേഴ്സ്. അപ്പോൾ എന്താണ്, റൈസിൻ്റെ വെയിറ്റാണ് ചോദിക്കുന്നത്. 3 സച്ച് കണ്ടെയ്നേഴ്സ്, ഇതുപോലുള്ള 3 കണ്ടെയ്നറിലെ അരിയുടെ വെയിറ്റ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ 1 കണ്ടെയ്നറിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ 3 എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് റൈസ് ഇൻ 3 കണ്ടെയ്നേഴ്സ് ഇസ് ഈക്വൽ ടു 3 × ഒരു കണ്ടെയ്നറിൻ്റെ വാല്യൂ നമ്മൾ മുകളിലത്തെ ക്വസ്റ്റ്യൻ സിയിൽ കിട്ടിയത് അത് ചെയ്താൽ മതി. 16/5 × 1/5. എന്നിട്ട് എന്തിങ്ങനെ ചെയ്യും? 3 × 16 ചെയ്യുക. 3 × 16 ചെയ്യുമ്പോൾ നമുക്ക് 48 കിട്ടും. പിന്നെ 48 × 1 48 തന്നെയാണ്. അപ്പോൾ 48 ഡിവൈഡ് ബൈ 5 × 5 5 × 5 എത്രയാണ്? 25. അപ്പോൾ നമുക്ക് 48 ഡിവൈഡ് ബൈ 25 കിലോഗ്രാം എന്ന് കിട്ടും. ഇതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത 3യുടെ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഈസ് 5/16 പാർട്ട് ഓഫ് 16/5. അപ്പോൾ എന്താണ്? 5/16 പാർട്ട് ഓഫ് എത്രയാണ്? 16/5 ആൻഡ് എന്താണ്? 3 1/5 ടൈംസ് ഓഫ് 5/16 ദ സെയിം. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ നോക്കാം. അപ്പോൾ ഇത് ഈക്വൽ ടു ഇതാണോ നോക്കുക. ഏതാണ്? 3 1/5 ടൈംസ് ഓഫ് എത്രയാണ്? 5/16 സെയിം ആണോ എന്നാണ്. ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? 5/16 പാർട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഡിവൈഡ് ബൈ 16/5 ചെയ്യാം. അപ്പോൾ നോക്കി, ഇവിടെ ഒരു 16 ഉണ്ട്, ഇവിടെ ഒരു 16 ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഇവിടെ 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയും ഇതിന് 1 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 3 1/5നെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3 1/5നെ എന്താണ്? 3 + 1/5 എന്നാണ് എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതാം? 3 + 1/5 എന്ന് എഴുതും. അതിനെങ്ങനെ നേരത്തെ പറഞ്ഞു? ഇതുകൊണ്ട് ഇതിനെ ഗുണിക്കും. 5 × 3 അടുത്ത് +1 ദ ഹോൾ ഡിവൈഡ് ബൈ 5 ഇങ്ങനെ എഴുതാം. ഓക്കെ, 5 3 15. 15 + 1 എത്രയാണ്? 16. 16 ഡിവൈഡ് ബൈ 5. അപ്പോൾ ഇതെന്താവും? 16/5 എന്ന് കിട്ടും. ടൈംസ് ഓഫ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. ഡിവൈഡ് ബൈ 5/16. ഓക്കെ, നോക്കി, ഇവിടുത്തെ 5ഉം ക്യാൻസലായിപ്പോയി, ഇവിടുത്തെ 16ഉം ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇതും എന്താണ്? 1 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും സെയിം അല്ലേ, ഈക്വൽ. ഇവിടെയും ഇത് ചെയ്യുമ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്താ പറയാം? ഈ സെയിം ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാം? യെസ് എന്ന് പറയാം അല്ലേ, യെസ്. എന്നിട്ട് സൊല്യൂഷൻ വൈ എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസറായിട്ട് ബിക്കോസ് they both have same answer. Okay,
ബിക്കോസ് ദേ ബോത്ത്, അവയ്ക്ക് രണ്ടുപേർക്കും ദേ ബോത്ത് ഹാവ് സെയിം ആൻസർ അല്ലേ. രണ്ടും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഉത്തരമാണ് 1-1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ കാരണം. ഓക്കെ ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലുക്ക് അറ്റ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചു തന്നെയായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതനുസരിച്ച് ആ പ്രസ്താവനകൾക്കനുസരിച്ച് ശരിയായ ഓപ്ഷൻ എടുത്ത് എഴുതാനാണ്. ഒന്നാമത്തെ എന്താ പറയുന്നത്, ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. ഓക്കെ, ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ, നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദ സ്ക്വയർ ഓഫ് എ പ്രൈം നമ്പർ ഹാസ് ഓൺലി 3 ഫാക്ടേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൈം നമ്പറിൻ്റെ സ്ക്വയറിന് എത്രയാണ്, 3 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പഠിച്ചു. അപ്പോൾ അത് ശരിയാണ്. അടുത്ത രണ്ടാമത് പറയുന്നതാണ്, ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ പവേഴ്സ് ഓഫ് എ പ്രൈം നമ്പർ ഈസ് 1 മോർ ദാൻ ഇറ്റ്സ് എക്സ്പോണൻറ്റ്. അതും നമ്മൾ പഠിച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ദ പവർ ഓഫ് എ പ്രൈം നമ്പർ. അപ്പോൾ ഒരു പ്രൈം നമ്പറിൻ്റെ പവറിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈസ് 1 മോർ ദാൻ ഇറ്റ്സ് എക്സ്പോണൻറ്റ്. അതും നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് ശരിയാണ്. ഇനി 3ാമത്തെ പോയിന്റ്, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് വിൽ ഹാവ് 3 ഫാക്ടേഴ്സ്. അപ്പോൾ അത് തെറ്റാണ്. ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 2 വ്യത്യസ്ത പ്രൈം നമ്പേഴ്സ് എടുത്താൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ 2 വ്യത്യസ്ത പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഗുണനഫലം എടുക്കുമ്പോൾ 3 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് പറയുന്നത്. അത് റോങ് ആണ്. അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് 3 ഡിഫറെൻറ്റ് പ്രൈം നമ്പേഴ്സ് വിൽ ഹാവ് 8 ഫാക്ടേഴ്സ്. അപ്പോൾ അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ്. അപ്പോൾ അതും ശരിയായിട്ടുള്ള ഇതാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1, 2, 4 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് അവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ ഇനി ബി എന്താ പറഞ്ഞിരിക്കുന്നത്, ബി ക്വസ്റ്റ്യൻ ബി പറയുവാണ്, സീ സം നമ്പേഴ്സ്. അവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. വിച്ച് ആർ ദ പവേഴ്സ് ഓഫ് 2. അപ്പോൾ 2ൻ്റെ പവറുകളാണ്. അതായത് എന്താണ്, 2 റൈസ് ടു 1 2ൻ്റെ പവറുകളാണ്. അതാണ് 2 സ്ക്വയർ 2ൻ്റെ പവർ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 അല്ലേ. അടുത്ത് 2 ക്യൂബ് പവർ 3 വരുമ്പോൾ 8, 2 4 വരുമ്പോൾ 16. അങ്ങനെ 2ൻ്റെ പവറുകളാണ് ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ബി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്, റൈറ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. അപ്പോൾ ഓരോ നമ്പറിൻ്റെയും ഫാക്ടേഴ്സ് പറയാനാണ് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം ഫാക്ടേഴ്സ് ഓഫ് 2 എടുക്കണം. ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മൾ ഏതൊക്കെ ടേബിൾ പറയുമ്പോഴാണ് 2 എന്ന നമ്പർ കിട്ടുന്നതെന്ന് ഓർത്തത്. ഇപ്പോൾ 1ൻ്റെ ടേബിൾ പറയുമ്പോൾ 1, 2, 2 കിട്ടത്തില്ലേ. അടുത്ത് 2ൻ്റെ ടേബിൾ പറയുമ്പോഴും അല്ലേ, 2ൻ്റെ ടേബിൾ അപ്പോൾ 1ഉം ആ സംഖ്യയും ഉറപ്പായിട്ടും കാണും. അപ്പോൾ 1ഉം ആ സംഖ്യയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതാ 3ൻ്റെ ടേബിൾ പറഞ്ഞാൽ 2 കിട്ടുമോ, ഇല്ല. അപ്പോൾ എന്താണ്, 2ൻ്റെ ടേബിളും 1ൻ്റെ ടേബിളും പറയുമ്പോൾ 2 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് പറയാം 1, 2 എന്ന് എഴുതാം. ഇനി അടുത്ത് ഫാക്ടേഴ്സ് ഓഫ് 4 എഴുതാം. 4 എങ്ങനെയാണ് ഫാക്ടേഴ്സ് ഓഫ് 4? 1ൻ്റെ ടേബിൾ പറയുമ്പോൾ നമുക്ക് 4 കിട്ടാറുണ്ട്. 2ൻ്റെ ടേബിൾ 2, 2 4 കിട്ടുന്നുണ്ട്. 3ൻ്റെ ടേബിൾ പറയുമ്പോൾ 4 കിട്ടുമോ, ഇല്ല. അപ്പോൾ 4ൻ്റെ ടേബിൾ 1, 4, 4 അല്ലേ. അപ്പോൾ 4ൻ്റെ ടേബിൾ കിട്ടും. പിന്നെ 5, 6 അങ്ങോട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ 1, 2, 4 ആണ് 4ൻ്റെ ഫാക്ടേഴ്സ്. ഇനി ഫാക്ടേഴ്സ് ഓഫ് 8 നോക്കാം. 1 കിട്ടും, ആ നമ്പരും കാണും അല്ലേ. 1ഉം 8ഉം ഉറപ്പായിട്ടും കാണും. പിന്നെ അത് 2 തൊട്ട് നോക്കുക. 2ൻ്റെ ടേബിൾ പറയുമ്പോൾ 4, 2, 8 അല്ലേ. അപ്പോൾ 2 കിട്ടും. 3ൻ്റെ ടേബിൾ പറയുമ്പോൾ കിട്ടുമോ, ഇല്ല. 4ൻ്റെ ടേബിൾ 1, 4, 4 2, 8 അല്ലേ. പിന്നെ 5 കിട്ടത്തില്ല, 6 കിട്ടത്തില്ല, 7 പിന്നെ 8 അല്ലേ. അപ്പോൾ 1, 8, 2, 4 അത്രയാണ് ഫാക്ടേഴ്സ് ഓഫ് 8 എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് ഓഫ് 16. ഫാക്ടേഴ്സ് ഓഫ് 16 എന്ന് പറയുമ്പോൾ 1ഉം 16 നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ഇനി അതുപോലെ 2ൻ്റെ ടേബിൾ പറയുമ്പം അല്ലേ 8, 2, 16 അപ്പോൾ 2 കിട്ടും. 3ൻ്റെ ടേബിൾ പറഞ്ഞു നോക്ക്, ഇല്ല, കിട്ടത്തില്ല. 5, 3, 15 ഉള്ളൂ, 16 അടുത്ത് 4ൻ്റെ ടേബിൾ നോക്കി, 4, 4, 16 കിട്ടും അല്ലേ. 4ൻ്റെ ടേബിൾ പറയും കിട്ടും. 5 കിട്ടുമോ, ഇല്ല. 5ൻ്റെ ടേബിൾ പറയുമ്പോൾ 16 ഉണ്ടോ, ഇല്ല. 6ൻ്റെ ടേബിൾ പറയുമ്പോഴോ 1, 6, 2, 6, 12 ഇല്ല. അടുത്ത് 7, 2, 14 8, 1, 8, 2, 16 8 കിട്ടുന്നുണ്ട് അല്ലേ, 8. ഇനി 9 ഇല്ല, 10 കിട്ടത്തില്ല, 11, 11 കിട്ടത്തില്ല, 12 ബാക്കി ഇത്രയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി 16 ആയിരിക്കും പിന്നെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ. അപ്പോൾ ഇനി ഓരോ നമ്പറിൻ്റെയും നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, എത്ര ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ 2നാണെങ്കിൽ എത്ര ഫാക്ടർ ഉണ്ട്? 1, 2. 4ന് എത്രയാണ്? 1, 2, 3. അപ്പോൾ അതാണ് എഴുതാൻ പറഞ്ഞത്. ഈസി അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് എഴുതാം അല്ലേ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1, 2 അല്ലേ. അപ്പോൾ 2. അതുപോലെ
നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 4 എഴുതാം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 4 എത്രയായിരിക്കും? 1 2 3 അല്ലേ? 3. ഓക്കെ. അടുത്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 8 എഴുതാം. 8 എത്രയായിരിക്കും? 1 2 3 4 അല്ലേ? 4. അടുത്ത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇതുപോലെ 16 എത്രയായിരിക്കും? 1 2 3 4 5 അല്ലേ? 5. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഇതുവരെ എഴുതിയിട്ട് 16 എഴുതുക. എത്രയാ? 5 ആയിരിക്കും അവിടുത്തുള്ള ആൻസർ. ഓക്കെ. ഇനി അടുത്ത് ഡി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ റിലേഷൻ? എന്താണ് ബന്ധം? ബിറ്റ്വീൻ തമ്മിൽ, ഏതൊക്കെ തമ്മിൽ? ദ നമ്പർ, ആ നമ്പരും ആൻഡ് ദ സം ഓഫ് ഫാക്ടേഴ്സ്, ഫാക്ടേഴ്സിൻ്റെ സമ്മും, എക്സ്ക്ലൂഡിങ് ദ നമ്പർ. അപ്പോൾ ഈ നമ്പരും ഈ ഫാക്ടേഴ്സിൻ്റെ, അപ്പോൾ ആ ഫാക്ടേഴ്സിൻ്റെ ആ നമ്പറിൻ്റെ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ അതിൻ്റെ സമ്മ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പർ എടുക്കാൻ പാടില്ല. അതായത് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ഒഴികെയുള്ള ബാക്കിയുള്ളതിൻ്റെ സമ്മ്, 4 ആണെങ്കിൽ 4 ഒഴികെയുള്ള ബാക്കിയുള്ളതിൻ്റെ സമ്മ്. ഓക്കെ. അപ്പോൾ ആ ഒരു റിലേഷൻ എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ നമ്പർ ഒഴികെയുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സിൻ്റെ സമ്മും തമ്മിലുള്ള റിലേഷൻ, ബന്ധം എന്താണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നോക്കാം നമുക്ക്. ആദ്യം എന്താണ്? സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 എക്സ്ക്ലൂഡിങ്. ഏതാണ്? എക്സ്ക്ലൂഡിങ് ഒഴിവാക്കുക, ദ നമ്പർ. അപ്പോൾ ഒന്നാമത്തെ എങ്ങനെ എഴുതാം? സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 2 എക്സ്ക്ലൂഡിങ് 2നെ ഒഴിവാക്കണം. അപ്പോൾ എങ്ങനെയായിരിക്കും? സം എടുക്കുക, 2 പോയാൽ ബാക്കി എത്രയാ? 1 തന്നെ ആയിരിക്കും അല്ലേ? ഇനി അടുത്ത് സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ്, അടുത്ത നമ്പർ എത്ര? 4 എക്സ്ക്ലൂഡിങ് 4 ഒഴികെയാകുമ്പോൾ എങ്ങനെയാണ്? 4 വരാൻ പാടില്ല ബാക്കി. അപ്പോൾ 1 + 2 എത്രയാണ്? 3 ആയിരിക്കും. ഓക്കെ. അടുത്ത് സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 8 എക്സ്ക്ലൂഡിങ് 8 ഒഴിവാക്കി, എക്സ്ക്ലൂഡിങ് 8 എന്ന് പറയുമ്പം എത്രയാണ്? 1 + ഈ 8 ഒഴിവാക്കും, 2 + 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 1 3 4 3 7. ഓക്കെ. അടുത്ത് സം ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 16 എക്സ്ക്ലൂഡിങ് 16 എന്ന് പറയുമ്പം 16 ഒഴിവാക്കുക ബാക്കിയുള്ളത്. അപ്പോൾ 1 + 2 + 4 + 8 എന്ന് പറയുമ്പം 2 1 എത്രയാണ്? 3 4 3 7 7 2 14 15. ഓക്കെ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ, ബന്ധം ബിറ്റ്വീൻ ദ നമ്പർ. അപ്പോൾ ഈ നമ്പരും ഈ സമ്മും തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കാം. നമ്പർ നോക്കുക, ഇവിടെ 2 ആയപ്പോൾ അതിൻ്റെ സം എത്രയാണ്? 1. അപ്പോൾ നമ്പറിനെക്കാട്ടിലും 1 കുറവായിരിക്കും. അടുത്ത് 4 ആണ് നമ്പറായപ്പോൾ സം എത്ര കിട്ടി? 3. അതായത് 4നെക്കാട്ടിലും 1 കുറവായി. അടുത്ത് 8 ആയപ്പോൾ എന്ത് ചെയ്യും? 7 കിട്ടി. 16 ആയപ്പോൾ എത്ര കിട്ടി? 15 കിട്ടി. അപ്പോൾ എന്താണ് റിലേഷൻ എന്ന് വെച്ചാൽ, അപ്പോൾ എങ്ങനെ എഴുതാം? നമ്പർ ഈസ് 1 മോർ ദാൻ ദ സം എന്ന് എഴുതാം അല്ലേ? നമ്പർ ഈസ് 1 മോർ ദാൻ ദ സം, സമ്മിനെക്കാട്ടിലും 1 കൂടുതൽ എന്ന് എഴുതാം. അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റിലേഷൻ എഴുതാം. നമ്പർ -1 = സം എന്ന് എഴുതാം അല്ലേ? അപ്പം നമ്പർ -1 = സം എന്ന് എഴുതാം. അല്ലെങ്കിൽ സം +1 = നമ്പർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻ എഴുതാം. ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ സം ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് ഗിവൻ ഇൻ കോളം 1 ഹാവ് ഈക്വൽ എക്സ്പ്രഷൻ ഇൻ കോളം 2. അപ്പോൾ കുറച്ച് ഓൾജിബ്രായിക് എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. അതായത് കോളം 1 കുറച്ച് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതുപോലെ കോളം 2 തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ കറക്റ്റ് മാച്ച് കണ്ടെത്താനാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക. ഒന്നാമത്തെന്ന് വെച്ചാൽ x - y + z. എന്താണ്? x - y + z. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചിട്ട് എന്താണ്? വീണ്ടും ഈ സംഖ്യ കൂട്ടുന്നതിനെക്കാട്ടിലും കൂട്ടുകയാണ്. അപ്പോൾ ഈ ഒരു സംഖ്യയിൽ നിന്ന് ഇത് കുറച്ചിട്ട് വീണ്ടും അതിൻ്റെ കൂടെ ഈ z കൂട്ടുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, ഈ ഒരു x - y + z. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? x നിന്ന് y കുറച്ചിട്ട് അതിൻ്റെ കൂടെ z കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഈ y നിന്ന് ഈ z നേരത്തെ കുറച്ചിട്ട് അതിനെ മൊത്തത്തിൽ നിന്ന് ഇവിടെ നിന്ന് കുറയ്ക്കുന്നത് ശരിയല്ലേ? x നിന്ന് കുറയ്ക്കുന്നത് ശരിയല്ലേ? അപ്പം നമുക്കിതെങ്ങനെ എഴുതാം? x - y - z. അതായത് ഈ y നിന്ന് ഈ z, അതായത് നമ്മളിപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് കുറയ്ക്കുക. അതിനെക്കാട്ടിലും എന്താണ് ഈ സംഖ്യയിൽ നിന്ന് ഇതങ്ങ് കുറച്ചിട്ട് വലിയ സംഖ്യയിൽ നിന്ന് കുറച്ചാൽ പോരെ. ഓക്കെ. അപ്പോൾ ആൻസർ
എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതെന്താണ്? അത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? മൂന്നാമത്തെയായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ എന്താ പറയുന്നത്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ? എക്സ് മൈനസ് വൈ, എക്സിന്ന് ഇതും കുറച്ചു. അപ്പോൾ അതിന് തുല്യമായിട്ട് എന്താണ് നമ്മൾക്ക് വേണമെങ്കിൽ എന്താണ്? 2 പ്രാവശ്യം കുറയ്ക്കുന്നതിന് പകരം ഇതും കൂടെ കൂട്ടിയിട്ട് മൊത്തത്തിൽ നിന്ന് അങ്ങ് കുറച്ചാൽ പോരെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് മൈനസ് എന്ത് ചെയ്യണം? വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം അല്ലേ? അതായത് എക്സിന്ന് ആദ്യം ഇത് കുറച്ചിട്ട് പിന്നീട് ഇത് കുറയ്ക്കുന്നതിനെക്കാട്ടിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് മൊത്തത്തിൽ അങ്ങ് കുറച്ചാലും ശരിയാണ് അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. അതായത് രണ്ടാമത്തെ നമുക്ക് വരുന്നത് ഓപ്ഷൻ 1 ആണ് അല്ലേ? 1 വരും, എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ്. ഇനി മൂന്നാമത്തെ നോക്കാം, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് ഇസ് ഈക്വൽ ടു. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഈ ഒരു ഇസഡിനെ അതിന് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിന് പകരം ആദ്യം ഈ ഒരു വൈന്ന് ഇസഡ് കുറച്ചിട്ട് നമുക്ക് എക്സിൻ്റെ കൂടെ കൂട്ടിയാലും ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എന്നും എഴുതാം. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, എക്സ് പ്ലസ് വൈ മൈനസ് ഇസഡ് എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് വരുന്നത് ഓപ്ഷൻ 4ലാണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഫൈൻഡ് ദ കറക്റ്റ് മാച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് C 1 3 എന്ന് എഴുതാം. 1 3. അടുത്തേതാണ്? 2 1 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് 3 ഏതെന്ന് എഴുതാം? 3 4 എന്ന് എഴുതാം. ഓക്കെ, 3 4 ഇതാണ് ശരിക്കുള്ള ആൻസർ. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ പറയാണ്, റൈറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൻ ബിലോ യൂസിങ് ഷോർട്ട് ഹാൻഡ്. ഓക്കെ, ഷോർട്ട് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ എഴുതാൻ പറയുവാണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഓഫ് 10 ടൈംസ് എ നമ്പർ. സം ഓഫ്, അപ്പോൾ ഏതോ നമുക്ക് നമ്പർ തന്നിട്ടുണ്ടോ? ഇല്ല, നമ്പർ തന്നിട്ടില്ല. നമ്മൾ നമ്പറിനെ എന്തെന്ന് എടുക്കും? എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ സം ഓഫ് 10 ടൈംസ് എ നമ്പർ. അപ്പോൾ ഈ നമ്പറിൻ്റെ 10 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ടൈംസ് എന്ന് വെച്ചാൽ 10x അല്ലേ? അപ്പോൾ സം ഓഫ് 10 ടൈംസ് എ നമ്പർ. അപ്പോൾ 10 ടൈംസിൻ്റെ നമ്പറും ആഡ് ചെയ്തു ആൻഡ് 4 ടൈംസ് ദ സെയിം നമ്പർ. അപ്പോൾ 10 ടൈംസ് എന്ന് വെച്ചാൽ 10x, 4 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? 4x. അപ്പോൾ 4x 10 ടൈംസിൻ്റെ, അതായത് സം ഓഫ് 10 ടൈംസ് എ നമ്പർ ആൻഡ് 4 ടൈംസ് എ നമ്പർ. ഇതിൻ്റെ രണ്ടിൻ്റെയും സം ഈസ് എന്ന് വെച്ചാൽ ഈക്വൽ ടു ആണ്, ഈസ് 14 ടൈംസ് ദ സെയിം നമ്പർ. അപ്പോൾ 14 ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? 14 ടൈംസ് 14 ഇൻറ്റു എക്സ്. അപ്പോൾ 14x എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, 10x പ്ലസ് 4x ഇസ് ഈക്വൽ ടു 14x. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? ഡു ദ ഫോളോയിങ് കാൽക്കുലേഷൻ മെൻ്റലി. അപ്പോൾ മെൻ്റലി ചെയ്യാനാണ്. റൈറ്റ് ദ മെത്തേഡ് യൂസിങ് ഫോർ കാൽക്കുലേഷൻ. അപ്പം നമ്മൾ ആ മെത്തേഡ് എന്താണെന്ന്, കാൽക്കുലേഷൻ ഉപയോഗിച്ച മെത്തേഡ് എന്താണെന്ന് എഴുതണം. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എന്താ ക്വസ്റ്റ്യൻ എന്താണ്? 410 മൈനസ് 6.5 മൈനസ് 3.5. അപ്പം ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് എന്നുള്ളത്. അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഇതിനെ തന്നെ നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്, എക്സ് മൈനസ് എന്താണ്? വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം അല്ലേ? എക്സ് മൈനസ് വൈ പ്ലസ് ഇസഡ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അതാണ് ഈ ഫോമാറ്റ്. അപ്പോൾ എങ്ങനെ എഴുതും? 410 മൈനസ് 6.5 പ്ലസ് 3.5 എഴുതാം. അപ്പോൾ 410 മൈനസ് 6.5 പ്ലസ് 3.5. അപ്പോൾ 6 3 എത്ര? 6 7 8 9 0.5ഉം 0.5ഉം കൂടെ ചേർന്ന് 1 ആവും. അപ്പോൾ 10 ആവും. 410 മൈനസ് 10 എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 400 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഈ മെത്തേഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഡി ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ഇൻ ഓർഡിനറി ലാംഗ്വേജ്. സാധാരണ ഭാഷയിൽ എഴുതാനാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? നോക്കുക, നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടായിരുന്നു. ആ നമ്പറിനെ എന്താണ്? കുറയ്ക്കുവാണ്, സബ്ട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. സെക്കൻഡ് നമ്പർ നമ്മൾ അടുത്ത ഏതോ നമ്പറാണ് എടുത്തത്? വൈ എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം എ നമ്പർ സബ്ട്രാക്റ്റഡ്, കുറച്ചു, സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് അനദർ നമ്പർ. ഓക്കെ, സം ഓഫ് ദ സെയിം നമ്പർ ആൻഡ് ഫസ്റ്റ് നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ. ഓക്കെ, അല്ലെങ്കിൽ ഇതെങ്ങനെ എഴുതാം? ഒരു നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇതിൻ്റെ ആൻസർ നമ്പർ നമ്മൾ എക്സ് എന്ന് എടുത്തു. എന്നിട്ട് സെക്കൻഡ് നമ്പർ വൈ എന്ന് എടുത്തു. ഓക്കെ, ആദ്യത്തെ നമ്പർ എക്സ് എന്ന്, സെക്കൻഡ് നമ്പർ വൈ എന്നും എടുത്തു. അപ്പോൾ എന്നിട്ട് എന്താ പറയുക? ഇതിനെ നമ്മൾ ഓർഡിനറി ലാംഗ്വേജിൽ എഴുതാനാണ്. അപ്പോൾ ഈ നമ്പർ കുറച്ചു, സബ്ട്രാക്റ്റഡ് ഫ്രം ദ സം ഓഫ് ദ സെയിം നമ്പർ ആൻഡ് സെക്കൻഡ് നമ്പർ.
gives the second number. അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? എ നമ്പർ കുറച്ചു, subtracted from the ഏതിൽ നിന്നോ? ഫ്രം ദ സം ഓഫ് ദ സെയിം നമ്പർ ആൻഡ് ദ സെക്കൻഡ് നമ്പർ അല്ലേ? സെയിം നമ്പറിൻ്റെയും സെക്കൻഡ് നമ്പറിൻ്റെയും സം അല്ലേ? ഒരു നമ്പർ ഉണ്ടായിരുന്നു, എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിനെ എക്സ് എന്ന് പറയുന്നതിൻ്റെയും വൈ എന്ന് പറയുന്ന നമ്പറിൻ്റെയും സമ്മിൽ നിന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് നമ്പർ വൈ തന്നെയാണ് കിട്ടിയത്. അതാണ് അവിടെ നമ്മൾ സെൻറ്റൻസ് ആക്കാൻ പോകുന്നത്. അപ്പോൾ എ നമ്പർ subtracted from the sum of the number and the second number. Sum of the number and the second number gives the second number. Okay, the second number. ഇങ്ങനെ എഴുതാം. A number subtracted from the sum of the number and the second number gives the second number. Okay, clear? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? ഈസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താ ചോദിക്കുന്നത്? ഈസ് 10 - 4 - 2 ആൻഡ് ഏതൊക്കെയാണ്? 10 - 4 -2 ദ സെയിം. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് കാൽക്കുലേഷൻ. എന്നിട്ട് പറയുകയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ആ സ്റ്റെപ്പ് കൂടെ നമ്മളെടുത്ത് എഴുതണമെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഇത് നോക്കാം. ഏതാണിത്? നമ്മളെ ക്വസ്റ്റ്യൻ ആണല്ലേ. ആദ്യം നമുക്ക് 10 - 4 - 2 ചെയ്ത് നോക്കാം. അപ്പോൾ 10 - 4 - 2 എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം 10 അതുപോലെ എഴുതുക. 10 ഇനി എന്താണ് ഈ 4 - 2 ചെയ്യുക? 4 - 2 4 2 പോയ എത്ര? 2. അപ്പോൾ 10 - 2 എത്ര കിട്ടും? 8 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ പാർട്ട് നോക്കാം. ഏതാണ്? 10 - 4 - 2 നമ്മൾ ബ്രാക്കറ്റിലുള്ള ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 - 4 ആണ്. അപ്പോൾ 10 ൽ നിന്ന് 4 കുറയ്ക്കും. 10 ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 6 അല്ലേ? 6. ഇനി എന്താണ്? അതിൽ നിന്ന് മൈനസ് ആ 6 - 2. 6 ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 4 അല്ലേ? അപ്പോൾ എത്രയാണ് ആൻസർ? 8ഉം 4ഉം എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു ഇത് രണ്ടും ചെയ്താൽ കിട്ടുന്ന ഉത്തരം ശരിയാണോ, സെയിം ആണോ എന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നോ എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ നോട്ട് സെയിം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നോട്ട് സെയിം എന്ന് ആൻസർ എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ 6 ഹാസ് 2 പാർട്സ്. ക്വസ്റ്റ്യൻ 6 ആറാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്, 6A ആൻഡ് 6B. അപ്പോൾ 6Aയും ഉണ്ട് 6Bയും ഉണ്ട്. ആൻസർ എനിവൺ, ഏതെങ്കിലും ഒന്നിനാണ് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഞാനിപ്പോൾ 2ൻ്റെ ആൻസർ ചെയ്തു തരും, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ആദ്യം 6A പോവാം. 6A അതിൻ്റെ A ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറയുന്നത്? ലീന വിറ്റു എന്താണ്? 3.5 liters ഓഫ് മിൽക്ക് എ ഡേ. അപ്പോൾ ലീന ഒരു ദിവസം 3.5 liters ഓഫ് മിൽക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ലീന 3.5 ലിറ്റർ പാല് വിറ്റു. ഷീ ഗോട്ട് 51.50 rupees ഫോർ 1 liter ഓഫ് മിൽക്ക്. അപ്പോൾ 1 ലിറ്റർ മിൽക്കിന് അവൾക്ക് ലീനയ്ക്ക് എത്ര കിട്ടിയത്? 51.50 rupees എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിന് ആദ്യം എന്ത് എഴുതാം? ലീന സോൾഡ് 3.5 liters ഓഫ് മിൽക്ക് അല്ലേ ഒരു ദിവസം. അപ്പോൾ ടോട്ടൽ മിൽക്ക് എന്ന് പറഞ്ഞ് എഴുതാം. അല്ലെങ്കിൽ എന്താ എമൗണ്ട് ഓഫ് മിൽക്ക്, അല്ലെങ്കിൽ ടോട്ടൽ മിൽക്ക് എന്ന് എഴുതാം. അവൾ വിറ്റത് ടോട്ടൽ മിൽക്ക് സോൾഡ് വിറ്റത് എത്രയാണ്? 3.5 liters അല്ലേ? 3.5 liters എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷീ ഗോട്ട് 51.50 rupees ഫോർ 1 liter ഓഫ് മിൽക്ക്. അപ്പോൾ 1 ലിറ്റർ മിൽക്കിന് എത്രയാണ്? 51.5 rupees. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക്, വില. പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക് എന്ന് വെച്ചാൽ 1 ലിറ്റർ പാലിൻ്റെ വില. പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക്. പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ് എഴുതുന്നത്? നമുക്ക് 51.50, അതായത് 51 രൂപ 50 പൈസയാണ് 1 ലിറ്റർ പാലിൻ്റെ വില. ഹൗ മച്ച് റുപ്പീസ്, അങ്ങനെയെങ്കിൽ ഹൗ മച്ച് റുപ്പീസ് എത്ര രൂപ ഡിഡ് ലീന ഗെറ്റ്, ലീനയ്ക്ക് ലഭിച്ചു ഫ്രം സെല്ലിങ് ദ മിൽക്ക് ദാറ്റ് ഡേ. അപ്പോൾ ആ ദിവസം ലീനയ്ക്ക് പാല് വിറ്റതിനത്തിൽ എത്ര രൂപ കിട്ടി? അപ്പോൾ ലീന മൊത്തം എത്ര ലിറ്റർ പാലാണ് വിറ്റത്? 3.5 ലിറ്റർ. അപ്പോൾ 1 ലിറ്ററിന് 51.50 ആണെങ്കിൽ 3.5 ലിറ്ററിന് എത്രയെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താണ്? പ്രൈസ് ഓഫ് 3.5 ലിറ്റർ മിൽക്ക്. അപ്പോൾ അതല്ലേ കിട്ടുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ്
3.5 ലിറ്റർ മിൽക്ക് എന്ന് എഴുതാം. അപ്പോൾ പ്രൈസ് ഓഫ് 3.5 ലിറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 ലിറ്റർ 3.5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 51.50 ചെയ്താൽ മതി. ഓക്കെ, 3.5 ഇൻറ്റു 51.50. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഡെസിമൽ വാല്യൂസ് വന്നാൽ നമ്മൾ എന്താ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ആദ്യം ഈ പോയിൻ്റ് ഇല്ലാതെ ഗുണിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് 3.5 ലിറ്റർ മിൽക്ക് കണ്ടുപിടിക്കാൻ ഈ 3.5 ഇൻറ്റു 1 ലിറ്റർ മിൽക്കിൻ്റെ പ്രൈസ്, അതായത് 51.50 ചെയ്താൽ മതി. ഇനി എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ 2 ഡെസിമൽ നമ്പേഴ്സാണ് അല്ലേ? ഡെസിമൽ നമ്പേഴ്സ് പോയിൻ്റ് സംഖ്യയുള്ള ഇത് മൾട്ടിപ്ലൈ ഗുണിക്കാൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം പോയിൻ്റ് ഇല്ലാതെ ആ സംഖ്യകളെ ഗുണിച്ചിട്ട് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് നോക്കുക. പോയിന്റിന് ശേഷം ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ ആ കിട്ടിയ ഗുണനഫലത്തിൻ്റെ ഇവിടുന്ന് 1, 2, 3 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. ഇതിങ്ങനെ പോയിന്റ് ഇല്ലാതെ ഗുണിക്കണം. അപ്പോൾ 5150 പോയിന്റ് ഇല്ലാതെ ആയിരിക്കും. ഇവിടുത്തെ പോയിന്റ് ഇല്ലെന്ന് അങ്ങ് വയ്ക്കും. 5150. ഇവിടെ എന്താണ് പോയിന്റ് ഇല്ലാതെ? നമുക്ക് 35 എന്ന് എഴുതാം അല്ലേ? ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 0, 5 5 25, 5 2 ശിഷ്ടം 5 6 7, 5 5 25. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? 0, 5 3 15, 1 ശിഷ്ടം 3, 1 ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ 4, 5 3 15. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 0, 5 + 0 5, 7 + 5 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 1 ശിഷ്ടം 5 5 10, 0, 1 ശിഷ്ടം 5 2 7 1 8, പിന്നെ ഈ 1. അപ്പോൾ ഇത്രയും കിട്ടി. ഇനി എത്രയാണ് ആൻസർ എഴുതുമ്പോൾ നമുക്ക് എഴുതേണ്ട? ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഇവിടെ 1 ഡിജിറ്റ് ഉണ്ട്. ഇവിടെ രണ്ടാമത്തെ ഡിജിറ്റ്, മൂന്നാമത്തെ ഡിജിറ്റ്. അപ്പോൾ 3 ഡിജിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ഇടണം. അതായത് എത്രയാണ്? 1 2 3. അപ്പോൾ എവിടെ വരും? 180.25. 0 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, 180.25, അതായത് 180 രൂപ 25 പൈസയാണ് അത് ആർക്ക്? ലീനയ്ക്ക് അന്ന് കിട്ടിയ രൂപ. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 180.25 റുപ്പീസ്. ഇവിടെ എന്ത് എഴുതാം? റുപ്പീസ് എന്ന് എഴുതാം. വേണമെങ്കിൽ ഇവിടെ റുപ്പീസ് എന്ന് എഴുതാം കേട്ടോ. രൂപയല്ലേ ഇതൊക്കെ? അപ്പോൾ റുപ്പീസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി എഴുതാം. ഓക്കെ, അപ്പോൾ ആൻസറിന് എത്ര എഴുതും? 180.25 റുപ്പീസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഓൺ അനദർ ഡേ, മറ്റൊരു ദിവസം, ലീന ഗോട്ട് ₹256.25 ഫ്രം സെല്ലിംഗ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. അപ്പോൾ ഓൺ അനദർ വേറൊരു ദിവസം ലീനയ്ക്ക് ലഭിച്ചു. എത്രയാണ്? 256.25 റുപ്പീസ്. അപ്പോൾ എന്താണ്? ഫ്രം സെല്ലിംഗ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. അപ്പോൾ 5 ലിറ്റർ പാല് വിറ്റപ്പോൾ ലീനയ്ക്ക് 256 രൂപ 25 പൈസ കിട്ടി. ഓക്കെ, അപ്പോൾ എന്താ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് അല്ലേ, 5 ലിറ്റർ മിൽക്ക് വിറ്റപ്പോഴാണ്. അപ്പോൾ 5 ലിറ്റർ പാലിൻ്റെ വിലയാണത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. പ്രൈസ് ഓഫ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. പ്രൈസ് ഓഫ് 5 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 256.25 റുപ്പീസ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, ഹൗ മച്ച് റുപ്പീസ് ഡിഡ് ഷീ ഗെറ്റ് ഫോർ 1 ലിറ്റർ ഓഫ് മിൽക്ക് ദാറ്റ് ഡേ. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുക ഹൗ മച്ച് റുപ്പീസ്, അപ്പോൾ എത്ര രൂപ ഡിഡ് ഷീ ഗെറ്റ് അവൾക്ക് ലഭിച്ചു ഫോർ 1 ലിറ്റർ ഓഫ് മിൽക്ക് ദാറ്റ് ഡേ. അപ്പോൾ 1 ലിറ്റർ പാലിന് അവൾക്ക് എത്ര രൂപയാണ് അന്നത്തെ ദിവസം കിട്ടിയത്? അപ്പോൾ 5 ലിറ്റർ പാലിൻ്റെ വില ഇത്ര തന്നിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ പാലിൻ്റെ വില കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ പൈസയുടെ ഈ റുപ്പീസിനെ എന്തുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക്, 1 ലിറ്റർ മിൽക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? ഈ 256.25നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഡെസിമൽ വാല്യൂ ആണ്. ഡെസിമൽ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിത് ആ ചാപ്റ്റർ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ വാല്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഒരു പോയിന്റ് വാല്യൂ വന്നു. പോയിന്റ് വന്നാൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കണം. ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2. അപ്പോൾ 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ പോയിന്റിന് ശേഷം 1 ഡിജിറ്റ് ആണെങ്കിൽ മുകളിലും താഴെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 10 കൊണ്ട്. പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ആണെങ്കിൽ നമ്മൾ മുകളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 അല്ലേ? അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? ഇൻറ്റു 100. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്റ് ആ ഡെസിമൽ മാറ്റാൻ വേണ്ടിയിട്ട്, ആ പോയിന്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യും?
ഈ 256.25 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 100 ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിൻ്റ് ഇല്ലാതെ കിട്ടും. പോയിൻ്റ് ഇല്ലാതെ കിട്ടിയാലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 256.25 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ പോയിൻ്റ് ഇല്ലാതെ അങ്ങ് എഴുതിയാൽ മതി. 256.25 എന്ന് കിട്ടും. ഇനി 5 ഇൻറ്റു 100 എങ്ങനെ എഴുതാം നമുക്ക്? 5 ഇൻറ്റു 100 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു 100 എന്തായിരിക്കും? 500 ആയിരിക്കും. ഓക്കെ, 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്കിതിനെ എങ്ങനെ ചെയ്യണം? ഇതിന് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇതിനെങ്ങനെ ഡിവൈഡ് ചെയ്യാം? 256.25 ഡിവൈഡഡ് ബൈ 500. ഓക്കെ, അപ്പം നമുക്ക് 500 ആദ്യം 2ൽ പോകത്തില്ല. 500 ടേബിൾ പറയുമ്പോൾ 2 കിട്ടുമോ? ഇല്ല. 25 കിട്ടുമോ? ഇല്ല. 256 കിട്ടുമോ? ഇല്ല. 500 ടേബിൾ പറയുമ്പോൾ കിട്ടില്ല. നമുക്ക് 2562 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിന് വേണ്ടി മൈൻഡിൽ ചെയ്താൽ മതി. 500, 1,500, 2,500 ആകുമ്പോൾ 1000, 3,500 ആകുമ്പോൾ 1,500, 4,500 ആകുമ്പോൾ എത്രയാണ്? 2,000 അല്ലേ? 5,500 ആകുമ്പോൾ 2,500 രൂപ അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക് 2,562. അപ്പോൾ 5 പ്രാവശ്യം ചെയ്യുമ്പോൾ 500-നെ 5 അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ 5ൻ്റെ ടേബിൾ പറയുക. ഓക്കെ, ഇത് എത്ര പ്രാവശ്യമാണ് കിട്ടുന്നത്? ആദ്യത്തെ 2 സംഖ്യ ഇപ്പോൾ 5, 5, 25 അല്ലേ? അപ്പോൾ 5, 5, 25 ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 500 ഇൻറ്റു 5 ചെയ്താൽ മതി. 0, 0, 5, 5, 25. അപ്പോൾ 2,500. ഇനി 500 ഇൻറ്റു 6 ചെയ്ത് നോക്കിയൊക്കെ 0, 0, 5, 30. അതിനെക്കാട്ടിലും കൂടിയ വാല്യൂ കിട്ടും. അപ്പോൾ നമ്മൾ 5ൽ അങ്ങ് നിർത്തുക. അപ്പോൾ 500, 2,500 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഡിവൈഡ് ബൈ 2ന് 0.2, 6ന് 0.6, എത്രയാണ്? 5 പോയ 0, ഇവിടെ 0. അപ്പോൾ 62. ഓക്കെ, ഇനി 62ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 62ൽ പോവോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സംഖ്യ താഴെ ഇറക്കാനുണ്ടോ? ഉണ്ട്. 5 ഉണ്ട്. ഓക്കെ, 5. ഇനി 625. അപ്പോൾ 1,500, 500, 2,500, 1000 ആണ്. ഇവിടെ 1000 ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു പ്രാവശ്യമുള്ളൂ. 1,500, 500. ഓക്കെ, ബാക്കി എത്ര കിട്ടും? 5, 2, ബാക്കി എത്ര കിട്ടി? 125 ബാലൻസ് വന്നു. ഓക്കെ, ഇനി നമുക്ക് താഴെ ഇറക്കാൻ സംഖ്യ ഒന്നുമില്ല. നമ്മളൊരു പോയിന്റ് ഇടുന്നു. പോയിന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ഒരു 0 ഇറക്കുന്നു. അപ്പോൾ 1250. അപ്പോൾ 500 ടേബിൾ ഒരു പ്രാവശ്യം പറയുമ്പോൾ 500, 2 പ്രാവശ്യം പറയുമ്പോൾ 1000, 3 പ്രാവശ്യം പറയുമ്പോൾ 1,500. 1,500 ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 പ്രാവശ്യം 2,500, 1000 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ബാക്കി വീണ്ടും 250 ബാലൻസ് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും എന്താണ്? പോയിന്റ് ഓൾറെഡി ഇട്ടുകൊണ്ട് ഒരു 0 ഇറക്കാം അല്ലേ? 2,500 നമുക്ക് എപ്പോഴാണ് കിട്ടി? 500 ഇൻറ്റു 5 ചെയ്തപ്പോൾ 2,500 കിട്ടി. അപ്പോൾ 5,500, 2,500 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് റിമൈൻഡർ ശിഷ്ടം 0 ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്ര ആൻസർ കിട്ടും. 51.25 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ പ്രൈസ് ഓഫ് 1 ലിറ്റർ മിൽക്ക് എന്ന് വെച്ചാൽ 51.25 റുപ്പീസ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത C ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈസ് ഈക്വൽ ടു 0.45 ഇൻറ്റു 1.45? ഓക്കെ, അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഈ 0.45 ഇൻറ്റു 1.45ന് തുല്യമായത് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കണം. ഓപ്ഷൻ എ നോക്കുക. നമ്മൾ ഓരോ ഓപ്ഷനും ചെയ്ത് നോക്കണം. ഓപ്ഷൻ ഏത് എന്താ പറഞ്ഞേക്കേ? 45 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 145 ഡിവൈഡഡ് ബൈ 100 ആണ്. നമ്മളിത് ഡെസിമൽ മെത്തേഡ്സിൽ തന്നെ പഠിച്ചായിരുന്നു അല്ലേ? ഡെസിമൽ മെത്തേഡ്സിൽ എന്താണ്? താഴെ ഒരു 0 ആണെങ്കിൽ നമ്മൾ മുകളിൽ എന്താണ്? ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ ഇതെങ്ങനെ വരും? ഇവിടെ ഒരു 0 ആയതുകൊണ്ട് മുകളിൽ ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റി കുത്തിടും. അപ്പോൾ എത്ര കിട്ടും? 4.5. ഇത് 4.5 ഇൻറ്റു ഇവിടെ എത്രയാണ്? 2 0 ആയതുകൊണ്ട് 2 ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 ഡിജിറ്റ് മാറ്റി ആകുമ്പോൾ 1.45. ഇതാണോ നമുക്കിവിടെ തന്നിട്ടുള്ളത്? അല്ല. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ അല്ല ആൻസർ. അടുത്ത ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബി എന്താ തന്നിരിക്കുന്നത്? 45 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 145 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഇവിടെ 2 0 ആണ്. അപ്പോൾ എത്രയാണ്? മുകളിലത്തെ സംഖ്യയിൽ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ ഇവിടെ 1, 2. അപ്പോൾ എത്രയാണ്? 0.45 എന്ന് വരും. ഇതിനു വേണ്ടി നമുക്ക് പോയിന്റ് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് മുന്നിലൊരു 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0.45 ഇൻറ്റു ഇവിടെ എത്രയാണ്? ഒരു ഡിജിറ്റാണ്. ഒരു ഡിജിറ്റ് ആകുമ്പോൾ എത്രയാണ്? മുകളിലത്തെ സംഖ്യയിൽ ഒരു ഡിജിറ്റ് ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ എത്ര കിട്ടും?
145 ആണ്. അതിൽ ഒരു ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങോട്ട് ഒരു ഡിജിറ്റ്. അപ്പോൾ എത്രയാണ്? 0.45 ഇൻറ്റു 14.5. അതാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അല്ല, അതുമല്ല. ഓക്കെ, അപ്പോൾ ബിയും അല്ല ആൻസർ. ഇനി നമ്മൾ സി നോക്കുക. സി എന്താ തന്നിരിക്കുന്നത്? 45 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 145 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പോൾ 45 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 145 ഡിവൈഡ് ബൈ 100 ആണ് തന്നിരിക്കുക. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യും നോക്കുക. ഇവിടെ താഴെ 2 0 ആണ്. അപ്പോൾ എന്താണ്? 2 ഡിജിറ്റ് മാറ്റി മുകളിൽ പോയിന്റ് ഇടുക. അപ്പോൾ എന്താണ്? 45. ഓക്കെ, 2 ഡിജിറ്റ് മാറ്റി എന്ന് പറയുമ്പോൾ 0. ഓക്കെ, 0.45 ഇൻറ്റു ഇവിടെ താഴെ 2 0 ആണ്. അപ്പോൾ മുകളിലും 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുക. അപ്പോൾ 5 4 2 ഡിജിറ്റ് മാറ്റി 1.45. ഇനി ഇതാണോ ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക. 0.45 ഇൻറ്റു 1.45 അല്ലേ? അപ്പോൾ ഇത് ചെയ്താലാണ് നമുക്ക് ഈ ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇത് കറക്റ്റ്. അപ്പോൾ നമുക്ക് ആൻസർ ഏതെന്ന് എഴുതാം? ആൻസർ സി 45 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 145 ഡിവൈഡഡ് ബൈ 100. ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇതാണ് 6A ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ അറിയാമെന്നുള്ളവർക്ക് അത് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷനാണ് 6B. അത് നോക്കാം. 6B നോക്കുക. 6B ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? എന്താണ്? 1 2 3 4 5 6. ആ പിക്ചറിന് 6 സൈഡുണ്ട്. അതെന്താണ്? ഹെക്സയാണ് 6. അപ്പോൾ 6 സൈഡുള്ളതിന് ഹെക്സഗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് പിക്ചറിൽ. ഓക്കെ, ഒരു സൈഡിൻ്റെ അളവ് തന്നിട്ടുണ്ട് 2.16 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? 1 സൈഡ് ഓഫ് എ ഹെക്സഗൺ ഈസ് 2.16 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ആ തന്നിട്ടുണ്ട് 1 സൈഡ് ഓഫ് ഹെക്സഗൺ. അവിടെ ഹെക്സഗൺ എന്ന് പറയുന്നുണ്ട്. 6 സൈഡുള്ളതിനാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൈഡ്, ആ ഹെക്സഗണിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 2.16 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് എഴുതി വെക്കുക. 1 സൈഡ് ഓഫ് ഹെക്സഗൺ ഇവിടെ തന്നിട്ടുള്ളത് എഴുതുക. ഗിവൻ ഡേറ്റ എന്ന് പറഞ്ഞ് എഴുതുക. 1 സൈഡ് ഓഫ് ഹെക്സഗൺ ഓക്കെ ഈക്വൽ ടു എന്താണ്? 2.16 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഓക്കെ, ഇനി വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? അപ്പോൾ ഇനി അതിൻ്റെ പെരിമീറ്റർ, ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? ചുറ്റളവ്. പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ. അപ്പോൾ നമുക്കറിയാം ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡ് ഉണ്ടായിരിക്കും? 1 2 3 4 5 6. ഓക്കെ, ചുറ്റളവ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്. അതായത് ഈ സൈഡ് പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ചെയ്യുന്നതാണ്. ഈ എല്ലാ സൈഡുകളും തമ്മിൽ കൂട്ടുന്നതാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിൽ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു സൈഡ് തന്നിട്ടുണ്ട് 2.16. അങ്ങനെ മൊത്തം എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ കൂട്ടുന്നതിനെക്കാട്ടിലും 6 ഇൻറ്റു 2.16 എന്ന് ചെയ്താൽ മതി. ഓക്കെ, എത്രയാണ്? 6 ഇൻറ്റു 2.16 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ 6 ഇൻറ്റു 2.16 ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച രീതിയിൽ എഴുതാം. 6 ഇൻറ്റു എത്ര? ഈ 2.16നെ നമ്മൾ ഇതിപ്പോൾ ഡെസിമൽ വാല്യൂവിലാണ്. ഇനി നമുക്ക് ഫ്രാക്ഷൻ, അതായത് ഡിവിഷൻ മെത്തേഡിനെ എങ്ങനെ എഴുതും? 216. അപ്പോൾ പോയിൻ്റ് ഇല്ലാതെ എഴുതുക. ഇനി ഡിവൈഡഡ് ബൈ പോയിന്റിന് ശേഷം 2 ഡിജിറ്റാണ് അല്ലേ? 2 ഡിജിറ്റ് വരുമ്പോൾ താഴെ നമ്മൾ എത്ര എഴുതുന്നത്? 2 0 വേണം. അപ്പോൾ 1 2 0, അത് 100 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് അവസാനം പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ചുകൂടെ ഈസി അല്ലേ? നമുക്ക് കുറച്ച് ഡിവൈഡ് ചെയ്യുന്നൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 6 ഇൻറ്റു 2.16 നമുക്ക് എന്താണ്? ഫ്രാക്ഷണൽ വാല്യൂ, ഡെസിമൽ. ഈ പോയിന്റ് മാറ്റി പോയിന്റ് ഇല്ലാതെ എങ്ങനെ എഴുതാം? 216 ഡിവൈഡഡ് ബൈ 100. 100 എന്ന് എഴുതാൻ കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആയതുകൊണ്ടാണ് താഴെ 100. പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് ആയതെങ്കിൽ നമ്മൾ താഴെ 10 എഴുതുമായിരുന്നു. പോയിന്റ് കഴിഞ്ഞ് 3 ഡിജിറ്റ് ആണെങ്കിൽ താഴെ നമ്മൾ 1000 എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണം? 6 ഇൻറ്റു 216 ചെയ്യാം. അപ്പോൾ 216 ഇൻറ്റു 6 ചെയ്യുക. 6 6 36, 6 3 ശിഷ്ടം 6 7 8 9 അല്ലേ? പിന്നെ 6 2 12, 1296 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് എന്താണ്? എളുപ്പമല്ലേ ചെയ്യാൻ? അപ്പോൾ നമുക്കിനി എന്താണ്? ഇതിപ്പോൾ നേരത്തെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിലെ പോലെ എന്താണ്? 1 ശേഷം 2 0 ആണ്. അപ്പോൾ 2 0 ആകുമ്പോൾ മുകളിൽ വരുമ്പോൾ എങ്ങനെയാണ്? 2 ഡിജിറ്റ്, 2 0 ആയതുകൊണ്ട് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇട്ടാൽ അപ്പോൾ 12.96 എത്രയാ? സെൻറ്റിമീറ്ററിന് കിട്ടും. മനസ്സിലായല്ലോ? 12.96 സെൻറ്റിമീറ്റർ എന്നാണ് ആൻസർ, പെരിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ, ഒരു ചതുരത്തിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 6.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് എഴുതുക ഇസ് ഈക്വൽ ടു
എത്രയാണ് 6.5 സെൻറ്റിമീറ്റേഴ്സ് 6.5 സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബ്രെഡ്ത്ത്, അപ്പോൾ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിളും ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിളും തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എത്രയാണ് തന്നിട്ടുള്ളത്? 4.5 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ എന്താണ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നിട്ടുള്ള ഡേറ്റാസൊക്കെ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് എന്ന് വെച്ചാൽ 4.5 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തു. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ? നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് ഇതേ ഇത് ഗുണം ഇത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. ലെങ്ത് എത്രയാണ്? 6.5 ഇൻറ്റു 4.5 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിതും നേരത്തെ ലാസ്റ്റ് ചെയ്ത ആ മെത്തേഡ് പോലെ പെട്ടെന്ന് ചെയ്യാം. എങ്ങനെ എഴുതാം? 65 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റായിട്ട് താഴെ 10 എഴുതാം. ഓക്കെ, ഇൻറ്റു 4.5 നമുക്ക് എങ്ങനെ എഴുതാം? 45 പോയിൻ്റ് ഇല്ലാതെ എഴുതുക. എന്നിട്ട് പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റായിട്ട് താഴെ 10 എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 65 ഇൻറ്റു 45 ചെയ്യുക. ഓക്കെ, 65 ഇൻറ്റു 45 ചെയ്യുക. 5 5 25, 5 2 ശിഷ്ടം 6 5 30 32. ഓക്കെ, 5 4 20 0 2 ശിഷ്ടം 6 4 24 25 26. ഓക്കെ, അപ്പോൾ ചെയ്യുക 5 2 6 7 8 9 അല്ലേ? 2925. ഓക്കെ, അപ്പോൾ 2925 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 100 കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 1ന് ശേഷം 2 0 വന്ന് നമ്മൾ ഡെസിമലിൽ എങ്ങനെ എഴുതുന്നത്? ഇങ്ങറ്റത്തുനിന്ന് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 29.25 സെൻറ്റിമീറ്റർ. ഏരിയ ആണെങ്കിൽ എന്താണ്? സ്ക്വയർ അല്ലേ? സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ആൻസറിൽ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 2.16 ഇൻറ്റു 1.6. അപ്പോൾ 2.16 ഇൻറ്റു 1.6ന് ഈക്വൽ ആയിട്ടുള്ള താഴത്തെ ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആർക്ക് വേണം ഇപ്പോൾ തന്നെ പഠിക്കാം. ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് ചെയ്താൽ മതി? ഓരോ ഓപ്ഷനായിട്ട് നോക്കുക. ഒന്നുമില്ല, നമ്മൾ തന്നിട്ടുള്ള ഓരോ ഓപ്ഷനിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണുള്ളത്? 1 2 3 അല്ലേ? പോയിന്റ് കഴിഞ്ഞ് എത്ര മൊത്തത്തിൽ 3 ഡിജിറ്റ് ഉണ്ട് പോയിന്റിന് ശേഷം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിലും പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉള്ളത് ഏതാണോ അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. എന്താണ്? 2.16 ഇൻറ്റു 16 എന്നാണ്. അപ്പോൾ ഇവിടെ നോക്ക്, പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റാണ് ഇവിടെ? 1 2 2 ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതിൽ എത്രയാണ്? നമുക്ക് ചോദിച്ചിട്ടുള്ളതിൽ 3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാണോ? ഇതല്ല. ഓക്കെ, അടുത്ത ഓപ്ഷൻ ബി നോക്കുക. ഓപ്ഷൻ ബി എന്താ പറയുന്നത്? 0.216 ഇൻറ്റു 16 എന്നാണ്. അപ്പോൾ നോക്കുക, പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. ഇവിടെ 1 2 3 ഡിജിറ്റ്. അപ്പോൾ എത്രയാണ്? 3 ഡിജിറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 3 ഡിജിറ്റ് ഇവിടെയും 3 ഡിജിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്ക് മറ്റുള്ളത് കൂടെ നോക്കാം. സി എന്താ പറയുന്നത്? സി, അപ്പോൾ ഇനി സി ഓപ്ഷൻ പറയുന്നത് 2.16 ഇൻറ്റു 0.16 എന്നാണ്. ഓക്കെ, അപ്പോൾ 2.16 എന്ന് പറയുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്രയാണ്? 1 2 3 4. ഇവിടെ എത്രയാണ്? 4 ഡിജിറ്റ് ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ളതിൽ 4 ഡിജിറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് റോങ് ആൻസർ. ഓക്കെ, അടുത്ത ഡി നോക്കിയാലോ? 216 ഇൻറ്റു 0.6 എന്നാണ്. അവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണുള്ളത്? 1 ഡിജിറ്റാണ്. അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 0.216 ഇൻറ്റു 16 ആണ്. 2.16 ഇൻറ്റു 1.6ന് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഡി ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ വിത്ത് പെരിമീറ്റർ 16.4 സെൻറ്റിമീറ്റർ. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ. ഒരു എന്തിൻ്റെയാണ്? സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും തുല്യമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ
അങ്ങനെയുള്ള ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ പറയുകയാണ്. നമുക്ക് വേണ്ട ഒരു സൈഡാണ്. എന്താ തന്നിട്ടുള്ളത്? വിത്ത് പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ തന്നിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്, അതായത് ഈ സ്ക്വയറിൻ്റെ ചുറ്റുമുള്ള അളവ് കൂട്ടുമ്പം ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എത്രയാ? 16.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, 16.4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലെങ്ത് ഓഫ്. അപ്പോൾ മൊത്തവും കൂടെ കൂട്ടുമ്പം 16.4 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ ഈ സൈഡ് പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് 4 ഇൻറ്റു നേരത്തെ ഹെക്സഗണിന് എത്രയായിരുന്നു? 6 സൈഡായിരുന്നു. അപ്പോൾ 6 ഇൻറ്റു 1 സൈഡ്. അപ്പോൾ സ്ക്വയറിൻ്റെ ആകുമ്പോൾ എത്രയായിരിക്കും? എത്ര സൈഡ് ഉണ്ട്? 1 2 3 4. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 സൈഡ് അല്ലേ? അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 1 സൈഡ് എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 1 സൈഡ് ഇവിടെ തന്നിട്ടുണ്ട് 16.4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 ഇൻറ്റു 1 സൈഡ് തന്നിട്ടുണ്ട് 16.4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട 1 സൈഡാണ്. 1 സൈഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 സൈഡ് എന്ന് പറയുമ്പോൾ ഈ 16.4 ഇവിടെ നോക്കിക്കോ, നമുക്ക് 1 സൈഡ് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് കൂടെ ഇരിക്കുന്നത് ഗുണിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സംഭവം സമത്തിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഗുണിച്ചിരിക്കുന്നതാണെങ്കിൽ ഡിവിഷൻ ആവും അല്ലേ? ഗുണനം എന്താവും? സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവിഷൻ സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഗുണനം ആവും അല്ലേ? അടുത്ത് പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അപ്പോൾ ഇത്രയും കാര്യം പോലെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 4 കൊണ്ട് ഗുണിച്ചിരിക്കുന്നത് നമ്മൾ സമത്തിനപ്പുറത്ത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം 4 കൊണ്ട്. ഓക്കെ, അപ്പോൾ 1 സൈഡ് എന്ന് പറഞ്ഞാൽ 16.4 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞു ഡെസിമൽ വാല്യൂ ആണ് എന്താണ് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റാണ്? 1 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ എത്രയാണ്? മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16.4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 10/10 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതും? 16.4 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ പോയിന്റ് മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ അത് പോയിന്റ് ഇല്ലാതെ ആ സംഖ്യ എഴുതാൻ മതി. 164 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 4 ഇൻറ്റു 10 എത്രയാണ്? 40 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 164 നമുക്കല്ലാതെ തന്നെ വെട്ടി ചെയ്യാം. ഓക്കെ, വെട്ടി ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 164 ഡിവൈഡ് ബൈ 40 നോക്കാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ 4 കഴിഞ്ഞുള്ള 0 വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 4ൻ്റെ ടേബിൾ പറയുമ്പം ഇവിടെ ഫസ്റ്റത്തുള്ളത് കിട്ടുന്നുണ്ടോ നോക്കാം. 4ൻ്റെ ടേബിൾ പറയുമ്പോൾ എത്രയാണ്? 1 4 4 2 4 8 3 4 12 4 4 16. 4 പ്രാവശ്യം പറയുമ്പോൾ 16 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ 40 ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു വാല്യൂ കിട്ടും. 40 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്രയാണ്? 0 4 4 16 160 കിട്ടും. 40 ഇൻറ്റു 5 ആകുമ്പോൾ 160-നെക്കാട്ടിലും കൂടി പോവും. അപ്പോൾ നമുക്ക് എന്താ 164-നെക്കാട്ടിലും കൂടി പോവും. അപ്പോൾ നമുക്ക് 4 ഇൻറ്റു 40 160 എന്ന് എഴുതാം. ഓക്കെ, ബാക്കി എത്ര കിട്ടും? 4 കിട്ടും. നമുക്ക് എന്താണ് ഇനി ഇറക്കാൻ സംഖ്യയില്ല, നമ്മൾ പോയിന്റ് ഇട്ടു 0 ഇറക്കുക. അപ്പോൾ 140 എന്ന് കിട്ടും. ആൻസർ എത്രയായി? 4.1 സെൻറ്റിമീറ്റർ. എത്രയാണ്? 4.1 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, 4.1 സെൻറ്റിമീറ്റർ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ മാത്സ് ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും. അപ്പോൾ ഞാൻ അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യമൊക്കെ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസിയാണ്, പക്ഷേ അതേസമയം ടഫാണെന്ന് ചോദിച്ചാൽ കുറച്ച്. എന്ന് വെച്ചാൽ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു മാത്സ് പഠിക്കുമ്പോൾ അത് തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഉത്തരം പറയാൻ രീതിയിൽ അങ്ങനെ പഠിക്കണം. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷേ ഒന്ന് തിരിച്ചൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് മറിച്ച് വേറൊരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോഴും അതിങ്ങനെ ചോദിച്ചാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് തിരിച്ചും മറിച്ചും എങ്ങനെ ചോദിച്ചാലും ഉത്തരം എഴുതാൻ തക്കവണ്ണം നിങ്ങൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാർവി സൈനിങ് ഓഫ്.